നമുക്ക് സെഷനിലേക്ക് ഒരു പാനൽ ഡിസ്കഷനിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അപ്പം ആദ്യമായിട്ട് എന്താണ് കോർപ്പറേറ്റ് കരിയർ? ലൈക്ക് കോർപ്പറേറ്റ് കരിയർ എന്ന് പറയുമ്പം ഭയങ്കര ആംബിക്വസ് ആണ്. എന്താണ് ലൈക്ക് ഏതൊക്കെയാണ് ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗനൈസേഷൻസ് ഒരു കോർപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഒരു കോർപ്പറേറ്റ് ലൈക്ക് ഒരു ഇന്നത്തെ കാലത്ത് പലപ്പോഴും ഒരു പല MNCസിനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കോർപ്പറേറ്റ് എംപ്ലോയീസ് എന്നുള്ള ഒരു സാധനമൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. അപ്പം സ്റ്റിൽ ഈ ഒരു അംബിക്കസ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിനെ എനിക്കൊന്ന് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യണമെന്ന്, എന്നാലേ ഈ ഒരു ഡിസ്കഷൻ്റെ തന്നെ റൂട്ടിനെ ലൈക്ക് നമ്മുടെ ഓഡിയൻസിനും മറ്റൊക്കെ അത് ക്ലിയർ ആവുകയും അതുപോലെ തന്നെ ഒരു ഡയറക്ഷനും ഇതിന് രൂപപ്പെടുകയുള്ളൂ. കൂടെ തന്നെ ഈ ഒരു ഫീൽഡിലേക്കുള്ളൊരു എൻട്രി, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാം, അതുപോലെ തന്നെ ഇതിലുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ട്രാജക്ടറി എങ്ങനെയാണെന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആദ്യം ഇതിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ള സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലൈഹി വസല്ലം. നമ്മൾ ചർച്ച ഹാഷിർ പറഞ്ഞ പോലെ കോർപ്പറേറ്റ്സിൻ്റെ കരിയർ, ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി ഹെഡ് ചെയ്യുന്നതിന് മുൻപ് ഇൻഡസ്ട്രിയൽ കമ്പനിയിലായിരുന്നു, ഒരു ഇൻഡസ്ട്രിയൽ ബിസിനസ്സിലായിരുന്നു കൂടുതലായിട്ടുണ്ടായത് 5 വർഷത്തോളം. ഇവിടെ ഇപ്പോൾ ഒരു 7 വർഷത്തിലധികമായി. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ടല്ലോ. അതിൽ എല്ലാവരും ആസ്പയറിംഗ് ആയിട്ട് നോക്കുന്ന ഒരു ഓപ്ഷനാണ് കോർപ്പറേറ്റ്സിൽ ഉള്ള ഒരു ഫാൻസി ജോബ്, അല്ലെങ്കിൽ അതിൽ കാണുന്ന വലിയ വലിയ പൊസിഷൻസ്, CEO ആയിട്ടോ CTO ആയിട്ടോ നല്ല നല്ല ഡയറക്ടേഴ്സായിട്ടോ ഉള്ള പ്രൊഫൈലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പം അതിൻ്റെ ഒരു 2 ആസ്പെക്റ്റിലൂടെ നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ തോന്നുന്നു. അതിൽ ഒരു കോർപ്പറേറ്റ് ലാഡറിലേക്ക് ഒരു എഡ്യൂക്കേഷൻ ടു കോർപ്പറേറ്റ് എങ്ങനെ ആ ജേർണി എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം ഒന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് ഒരു കരിയറിൽ ഒരു കോർപ്പറേറ്റിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കൂടെ ആമസോണിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, കമ്പനി സെക്രട്ടറീസ് ഉണ്ട് കൂടെ ഈ പാനലിൽ തന്നെ. അപ്പോൾ അവരുടെ ഒക്കെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് നമുക്ക് അതിൽ ഓരോ കോർപ്പറേറ്റ് ലാഡറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് മുകളിലേക്ക് എത്താം, അതായത് നല്ല പൊസിഷനിലേക്ക് പെട്ടെന്ന് എലിവേറ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ചർച്ചകളിലേക്കൊക്കെ പോകാൻ തോന്നുന്നു. അപ്പോൾ ആദ്യം കരിയർ, അതായത് ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ്. ഇപ്പം ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. നമ്മുടെ MBA കഴിയുന്ന സമയത്ത് പോലും നമ്മുടെ പ്രൊഫസേഴ്സായിട്ടും മെൻറ്റേഴ്സായിട്ടുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു വരുന്ന ഒരു റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്നത്, ഈ MBA കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കരുത്, ഇപ്പോഴത്തന്നെ വിചാരിക്കരുത്, ഇപ്പോൾ 10th 12th കഴിയുന്നവരുണ്ടാവും, ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് അപ്പോഴത്തന്നെ എനിക്ക് ജോലി കിട്ടും. ഇപ്പോഴത്തെ ഒരു കോമൺ ട്രെൻഡാണ് ജോബ് റെഡി ഇൻറ്റേൺഷിപ്പ്. അതായത് 6 മാസം ഇൻറ്റേൺഷിപ്പ് എടുത്തിട്ട് വേഗം മൊബൈൽ ടെക്നീഷ്യനായിട്ട് കയറാം. അങ്ങനെയൊക്കെ ജോലികൾ എടുക്കണ്ടെന്നല്ല. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക്, അതൊരു സ്ട്രക്ചേർഡ്, നമ്മുടെ സ്വന്തം സ്ട്രക്ചർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെയും ഒരു വർക്കിംഗ് മെത്തഡോളജീനെയും ഒരു പ്രൊഫഷണലൈസ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ അതിന് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അത് ഡിഗ്രി ആയിട്ടോ അല്ലെങ്കിൽ PG കഴിയുമ്പോഴും നിങ്ങൾ ഇമ്മീഡിയറ്റ് അതിന് റെഡിയാണെന്ന്, നിങ്ങൾ അതിലൊരു മാസ്റ്റർ ആണെന്നൊരു ഒരു തെറ്റായ ധാരണയിലേക്ക് നമ്മൾ പോകരുത്. ആദ്യത്തെ 2 വർഷം, ഇപ്പോൾ MBA ആയാലും PG എടുത്ത് കഴിഞ്ഞാലും പിന്നത്തെ 2 വർഷം അത് നിങ്ങളുടെ ഒരു ലേണിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കരുതണം. അപ്പോൾ പൊതുവെ കാണപ്പെടുന്ന ഒരു 3 ഓപ്ഷൻസാണ് നിങ്ങൾക്ക്. ഒന്ന്, ബ്രാൻഡ് ചൂസ് ചെയ്യാം. നിങ്ങൾ പോകുന്ന ഇൻഫോസിസ്, വിപ്രോ, അങ്ങനെ വലിയ വലിയ ബ്രാൻഡുകളിലേക്ക്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ പറയാണ്, എല്ലാ ബിസിനസ്സിലും അങ്ങനെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബ്രാൻഡ് ചൂസ് ചെയ്യാം. ഒന്ന്, സാലറി ചൂസ് ചെയ്യാം, പാക്കേജ് പേയ്മെൻറ്റ് ചൂസ് ചെയ്യാം. 3, ഇത് ചൂസ് ചെയ്യാം, എന്താ പറയുക, നിങ്ങളുടെ എക്സ്പോഷർ ചൂസ് ചെയ്യാം. അപ്പോൾ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രൈമറി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഓൾവേസ് റെക്കമെൻഡഡ്, നിങ്ങൾ ആദ്യത്തെ ജോലി എടുക്കുമ്പോൾ അതൊരു എക്സ്പോഷറിന് പ്രയോറിറ്റി കൊടുക്കുകയും, സെക്കൻഡ് പ്രയോറിറ്റി ബ്രാൻഡിന് കൊടുക്കുകയും, തേർഡ് പ്രയോറിറ്റി നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ പാക്കേജ് റെമ്യൂണറേഷന് കൊടുക്കുകയും ചെയ്യാം. അതൊരു 2-3 വർഷം കഴിഞ്ഞാൽ, 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് എക്സ്പോഷർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രയോറിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാൻഡിലേക്ക് മാറ്റാം.
പിന്നെ അതൊരു ഇവഞ്ച്വലി ഫിനാൻസിലേക്ക് വരും. നിങ്ങളൊരു സെർട്ടൻ പ്രൊഫൈൽ എത്തിക്കഴിഞ്ഞാൽ അത് നാച്ചുറലി അത് ഫിനാൻസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആരായാലും ഞങ്ങളത് എല്ലാവരും എത്ര പാക്കേജ് കിട്ടും എന്നാണ് എൻ്റെ ആനുവൽ CTC എത്ര കിട്ടുമെന്നാണ് MBAക്കാർ ആദ്യം ചിന്തിക്കുക. ഇന്ന ജോലിക്ക് 10 ലക്ഷം കിട്ടുമോ, 20 ലക്ഷം പാക്കേജ് കിട്ടുമോ എന്ന് ചിന്തിച്ചിട്ടാണ് അവർ ശ്രമിച്ചു തുടങ്ങുക. ഇപ്പം ഞാൻ കണ്ട ഒരു IIM-ൽ തന്നെ, ഇവിടെ കോഴിക്കോട് IIM-ൽ തന്നെ പഠിച്ചിറങ്ങിയ നമ്മുടെ കൂട്ടുകാർ 64 ലക്ഷം ആനുവൽ പാക്കേജിൽ ജോലിക്ക് കയറി. ജോലി കയറി നേരെ അയാൾ കൊണ്ട് ആഫ്രിക്കയിൽ കൊണ്ടുവിട്ടു. 64 ലക്ഷം പാക്കേജ് കൊടുത്തിട്ട് ആഫ്രിക്കയിൽ കൊണ്ടുപോയി അവരെ ഡിപ്ലോയ് ചെയ്തു. പക്ഷെ ഒരു മാസം കൊണ്ട് അയാൾ തിരിച്ചു പോന്നു. അപ്പം അയാൾ ഉദ്ദേശിച്ച എക്സ്പോഷറോ അല്ലെങ്കിൽ ആ ബിസിനസ് മോഡലിലോ ഒന്നും ആയിരുന്നില്ല അതുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വെറും പാക്കേജിൻ്റെ പുറകെ മാത്രം പോയത്, പാക്കേജ് എന്തായാലും വരും. നിങ്ങളത് സ്കില്ലുണ്ടെങ്കിൽ, എബിലിറ്റി ഉണ്ടെങ്കിൽ പാക്കേജും അതിൻ്റെ എല്ലാം നിങ്ങളെ കയ്യിൽ തന്നെ തിരഞ്ഞെത്തും. അപ്പം ആദ്യം നിങ്ങളതിൻ്റെ എക്സ്പോഷർ, നിങ്ങൾക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ, നിങ്ങളിപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഒരു ഇൻഡസ്ട്രിയൽ ബിസിനസ്സിലാണ് ആദ്യം കയറിയതെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സ്വന്തം എക്സാമ്പിൾ എന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് തുടരാമെന്ന് കരുതി. അപ്പോൾ ഞാൻ MBA എടുത്തു, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോയതല്ല. അപ്പോൾ ഒരു നല്ല പ്രൊഫസർ തന്നെ റെഫർ ചെയ്തു, നല്ലൊരു കമ്പനി ഉണ്ട്, ഇങ്ങനെ ഒരു വൈ ഡോണ്ട് യു ട്രൈ. അങ്ങനെ പോയി ഒരു ഇൻഡസ്ട്രിയൽ ബിസിനസ്, ഒരു ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിരുന്നു, JV കമ്പനിയായിരുന്നു. അവരുടെ കൂടെ കയറി. അത് അൽഹംദുലില്ലാഹ് നല്ലൊരു റിസൾട്ട്. അങ്ങനെ ഇൻഡസ്ട്രി ഉണ്ട്, ഇൻഡസ്ട്രിയൽ ബിസിനസ്സാണ് ലോകം തന്നെ ചലിപ്പിക്കുന്നതെന്ന് തന്നെ മനസ്സിലായി തുടങ്ങിയത് അതിനകത്ത് കയറിയപ്പോഴാണ്. അങ്ങനെ സംഭവം ഉണ്ടെന്ന് തന്നെ. അങ്ങനെ മെഷീൻസാണ് ഉണ്ടാക്കുക, മെഷീൻസിലൂടെയാണ് നമ്മുടെ നാട്ടിൽ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ പലതരം മെഷീൻസിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അറിഞ്ഞ് ഒരുപാട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ എൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു B2B ബിസിനസ്സിൽ എനിക്ക് ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പോൾ ആ ഒരു എക്സ്പോഷർ ആണ് പിന്നെ ഞാൻ സോഫ്റ്റ്വെയറിലേക്ക് കയറുമ്പോഴും ആ സോഫ്റ്റ്വെയർ സെയിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ എന്ത് സോഫ്റ്റ്വെയറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറി ചെന്ന് അതിലൊരു ന്യൂ കമറായി ആ ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കുമ്പോൾ തന്നെ 1-2 വർഷം തീരും. പിന്നെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ അതിലേക്ക് ആഡ് ചെയ്ത് വരിക. അപ്പോൾ പ്രൈമറി ഫോക്കസ് എപ്പോഴും എക്സ്പോഷറിന് കൊടുക്കുക തുടക്കത്തിൽ, പിന്നെ ബ്രാൻഡ്, പിന്നെ നിങ്ങളുടെ റെമ്യൂണറേഷൻ. അത് രണ്ടാമത്തെ ജോബിലേക്ക് മാറുമ്പോൾ എനിക്ക് ബ്രാൻഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം, തെറ്റൊന്നുമില്ല. കാരണം വലിയ ബ്രാൻഡിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എക്സ്പോഷർ വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ, യങ് ആയിട്ടുള്ള കമ്പനികളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് തുടങ്ങി ഒരാഴ്ച ആയിട്ടുള്ള തുടങ്ങി അങ്ങനെ നല്ല ചിന്തിക്കണ്ട. സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഒരു ഗ്രോത്ത് ഫേസിലുള്ള കമ്പനികളായിട്ടുള്ള ഏതിലും നിങ്ങൾക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ പല പ്രൊഫൈൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ സെയിൽസിന് കയറുകയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ കയറുകയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഹാൻഡ്ലിങ്ങിൽ കയറുകയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കയറുക. ഏത് പ്രൊഫൈലിൽ നിങ്ങൾ കയറുവാണെങ്കിലും അതിന് പുറമെ നിങ്ങൾ 10 പണി വേറെ എടുക്കേണ്ടി വരും. അങ്ങനെ അതിലൂടെ നിങ്ങൾ നാച്ചുറലി ഒരു എൻ്റർപ്രീനിയൽ സ്കില്ല് നിങ്ങളിൽ ഡെവലപ്പായിട്ട് വരും. ഒരു കമ്പനിയുടെ പല ആസ്പെക്ട്സും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരും. എന്നിട്ട് അത് നേരെ മറിച്ച് അത് ഡയറക്റ്റ് ഒരു, ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി, ഞങ്ങൾ സോഫ്റ്റ്വെയർ കമ്പനിയാണ്, അത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ള ഒരാളുടെ നല്ലൊരു കഴിവുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്. അയാൾ ആദ്യം ക്യാപ്ജെമിനി എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ക്യാപ്ജെമിനിയിൽ നിന്ന് അയാൾ 6 വർഷം വർക്ക് ചെയ്തിട്ട് അയാൾ ചെയ്ത വർക്ക് ഒരു കോപ്പി പേസ്റ്റ് ആയിരുന്നു. 6 വർഷം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്ത്. കാരണം അവിടെ അത് ചെയ്യാൻ തന്നെ ഒരു 1000 ആൾ വേണം. അപ്പോൾ അവർക്ക് കാശ് കൊടുക്കുന്നതിനും പ്രശ്നമില്ല, കാശ് കിട്ടും, നല്ല പാക്കേജ് കിട്ടും. പക്ഷെ അയാൾ സ്കില്ല് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അയാൾ ആ സ്കില്ല് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ തിരഞ്ഞു പിടിച്ച് വന്ന് പിന്നെ ജോയിൻ ചെയ്തു. അയാളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും എക്സ്പോഷർ കിട്ടാൻ വേണ്ടി കുറച്ച് ഗ്രോയിങ് കമ്പനീസിൽ ചെന്നാൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. നിങ്ങളെ കരിയർ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് അത് സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഒരു വേറൊരു ആസ്പെക്റ്റാണ്, ലൈക്ക് ഈവൻ കോർപ്പറേറ്റ് കരിയർ എന്ന് പറയുന്നൊരു സമയത്ത് നമ്മുടെ മുമ്പിലേക്കൊക്കെ വരുന്നൊരു പിക്ചർ എന്ന് പറയുന്നത് ഈ IT, അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രി ലെവൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു എൻജിനീയറിങ്, അല്ലെങ്കിൽ അത്തരം ഒരു ഫീൽഡാണ്, ഒരു മാനേജ്മെൻറ്റ് ഫീൽഡാണ്. അപ്പം അതേസമയം തന്നെ അതിൻ്റെ ഒരു പലരും എക്സ്പ്ലോർ ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന വേറൊരു മേഖലയാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. അവിടെയും ഡിഫറെൻറ്റ് പൊസിഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ജോബ് ഓപ്പണിങ്സും അതിൻ്റെ തന്നെ ഹയർ ട്രാജക്ടറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം എനിക്കൊന്നു ആ ഒരു ഏരിയയും കൂടെ നമ്മൾ കവർ ചെയ്യണം. അപ്പം ആമസോണിൽ പോളിസി അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഉസ്താദിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
നേരത്തെ അബ്ദുള്ള സാറ് പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ കരിയറിൽ എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം, എങ്ങനെ ഒരു കോർപ്പറേറ്റ് സെക്ടർ നിങ്ങൾ പിന്നെ ഗോളായിട്ട് സ്വീകരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പിന്നെ ഗ്രാജുവേഷൻ കാലത്ത് തന്നെ അതിനെ നമ്മൾ ആസ്പയർ ചെയ്യണമെന്നൊക്കെ അബ്ദുള്ള സാറ് വിശദീകരിച്ചു. ഞാനതിൻ്റെ ഒരു പിന്നെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ സംസാരിച്ചത് കൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പ്രധാനമായിട്ടും പിന്നെ ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അഥവാ BA ഇംഗ്ലീഷ്, അതുപോലെ മർക്കസിൽ നിന്ന് ഗ്രാജുവേറ്റ് സഖാഫി ഗ്രാജുവേഷൻ മർക്കസിൽ തന്നെ, പിന്നെ BA അറബിക് അഥവാ 4 വർഷത്തെ ഡിഗ്രിക്ക് തത്തുല്യമായിട്ടുള്ള ഒരു കോഴ്സുണ്ട് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ. അത് പെർസ്യൂ ചെയ്തതിന് ശേഷമാണ് മർക്കസിൽ തന്നെ 3 വർഷം ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ജോലി ചെയ്തിട്ട് പിന്നീട് ആമസോണിൽ കയറുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു ജേണി എങ്ങനെ, ഈ ജേണിയിലേക്ക് എങ്ങനെ എത്തിയെന്നും പിന്നെ ഇതിന് എത്താൻ എന്തെല്ലാം ചെയ്യണമെന്നും ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. അപ്പം നേരത്തെ നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ച പോലെ ഈ ഒരു കാലത്ത് ഈ ഒരു പിന്നെ ഏജിൽ എല്ലാ കരിയറിലും കോർപ്പറേറ്റ് സാധ്യതകളുണ്ട്, എല്ലാ ഫീൽഡിലും അതിൻ്റെതായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തണം, അതിലേക്ക് ഏത് രൂപത്തിൽ പിന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം, ഏത് രൂപത്തിൽ അതിൻ്റെ സ്കിൽസ് നേടണം, പിന്നെ ഏത് രൂപത്തിൽ സോഫ്റ്റ് സ്കിൽസ് ആയാലും ഹാർഡ് സ്കിൽസ് ആയാലും നമ്മൾ അത് അച്ചീവ് ചെയ്യണം എന്നിടത്താണ് അതിൻ്റെ പ്രസക്തി. പിന്നെ അതിനെങ്ങനെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നതും കൂടി പറയാം. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മളെ ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന, അല്ലെങ്കിൽ ലാംഗ്വേജ് കരിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ ലിബറൽ ആർട്സ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ സോഷ്യോളജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ പിന്നെ ജേർണലിസം, മീഡിയ സ്റ്റഡീസ്, കമ്മ്യൂണിക്കേഷൻ, ഈ ഫീൽഡിലുള്ളവർക്കെല്ലാം എങ്ങനെ കോർപ്പറേറ്റ് സെക്ടറിൽ ജോലി നേടാൻ കഴിയും, അതിൻ്റെ പിന്നെ ഒരു പ്രാഗ്മാറ്റിക് രൂപമാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും കോർപ്പറേറ്റ് സെക്ടറിലുള്ള ഒരു ജോബ് റോൾ എന്നത് കമ്മ്യൂണിക്കേഷനാണ്. അഥവാ മനുഷ്യരുള്ളിടത്തോളം കാലം കമ്മ്യൂണിക്കേഷന് സാധ്യതകളുണ്ട്. അത് AI വന്നാലും AI പിന്നെ മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു പിന്നെ മെഷീൻ പിന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെഷീൻ ട്രാൻസ്ലേഷൻ ആയിരിക്കും കൂടുതലും വരുന്നത്. ഇപ്പം ഇന്നലെ എൻ്റെ സുഹൃത്തൊരു പിന്നെ ഒരു ട്രോൾ അയച്ചു തന്നു. അതിൽ അബുൽ വലീദ് എന്നുള്ള പേരെങ്ങനെയാണ് മെഷീൻ ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നുള്ളത്, അത് ശരിക്ക് ഫാദർ ഓഫ് ചൈൽഡ്, ശരിക്കൊരു പേരാണ് അബുൽ വലീദ് എന്നുള്ളത്. അപ്പോൾ അതിനെങ്ങനെ ഹ്യൂമനൈസ് ചെയ്യാം, എങ്ങനെ അതിനെങ്ങനെ നമുക്കൊരു മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാം എന്നിടത്താണ് ശരിക്ക് പിന്നെ ഈ ഒരു AI കാലത്തും ലാംഗ്വേജ് കരിയറിസ്റ്റുകൾക്ക് സാധ്യത ഉണ്ടാവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു റോൾ പിന്നെ ഏരിയയിൽ വരുന്നത്, ഒരു ഡിപ്പെൻഡൻസിയിൽ വരുന്നത് റോൾ ഓപ്പർച്യൂണിറ്റീസ് മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ കണ്ടൻറ് സ്പെഷ്യലിസ്റ്റ്, കണ്ടൻറ് ഡെവലപ്പർ, അതുപോലെ പ്രൂഫ് റീഡർ, പിന്നെ പ്രധാനമായിട്ടും പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ പിന്നെ നമ്മുടെ ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ്, ഇതിലെല്ലാം നിരന്തരം ഡയലി പിന്നെ മിനിറ്റ് ഉൽപ്പാദിക്കുന്നത് പിന്നെ കണ്ടൻറ്റുകളാണ്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പുതിയ ആശയങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെ അതാത് കമ്പനികളുടെ പോളിസികൾക്ക് അനുസരിച്ച്, ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റയൊക്കെ ആണെങ്കിൽ അവരുടെ പാരൻ്റ് കമ്പനി മെറ്റയാണ്, നിങ്ങൾക്കറിയാം. അതുപോലെ പിന്നെ മറ്റു ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലാണെങ്കിൽ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ മിന്ത്ര, ഇത്തരം ധാരാളം കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള പോളിസികളുണ്ട്, ഡാറ്റ പോളിസികളുണ്ട്. അപ്പോൾ ആ രൂപത്തിലേക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം, പിന്നെ അവരുടെ ആ കമ്പനി പോളിസികൾക്ക് അനുസൃതമായിട്ട് എങ്ങനെ പിന്നെ കണ്ടൻറ്റുകൾ കൊണ്ടുവരാം. ഇപ്പോൾ ഹൈദരാബാദിൽ പ്രധാനമായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ പെർസ്യൂ ചെയ്യുന്നൊരു ജോബ് റോളാണ് കണ്ടൻറ് മോഡറേറ്റർ എന്നുള്ളത്. അഥവാ അത് വളരെ സിമ്പിളായ സംഗതിയാണ്. ഇപ്പോൾ മെറ്റ എന്ന കമ്പനി നിങ്ങൾക്കറിയാം, US-ലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അഥവാ ഫേസ്ബുക്കും ഇൻസ്റ്റയുടെ ഒക്കെ പാരൻ്റ് കമ്പനി. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസികൾക്കും അവർക്കും ബാധകമാണ്. അപ്പോൾ ഒരു തീവ്രവാദ സംബന്ധമായി, അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ ടെററിസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ അതാത് US ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസികളും അവരും പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പരാമർശങ്ങൾ
ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഇൻസ്റ്റയിലോ വന്നാൽ അത് നീക്കം ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നീക്കം ചെയ്യേണ്ട ഒരു ഉദാഹരണം പറയാണ് ജോലിയാണ് ഈ കണ്ടന്റ് മോഡറേറ്റർ എന്ന ആ ഒരു തസ്തികയിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾക്ക് വന്നാൽ പേഴ്സണൽ പരാമർശങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. ഇപ്പോൾ റിവ്യൂകളിൽ, പ്രോഡക്റ്റ് റിവ്യൂകളിൽ അല്ലെങ്കിൽ ഒരു സർവീസ് റിവ്യൂകളിൽ ധാരാളം പേഴ്സണൽ പരാമർശങ്ങൾ അല്ലെങ്കിൽ റൂഡായിട്ടുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കും. അത്തരം സംഗതികൾ നീക്കം ചെയ്യുന്ന ഒരു ഏരിയയാണ് കണ്ടന്റ് റിവ്യൂ എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മനുഷ്യരെല്ലായിടത്തോളം കാലം ഇന്നും പ്രസക്തമാണ്. അപ്പോൾ ആ രൂപത്തിൽ മെയിനായിട്ട് നമ്മൾ ഈ പഠനകാലത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കുക, അതിനായിട്ടുള്ള ആഡ് ഓൺ സ്കിൽസുകൾ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകൾ ചെയ്യുക എന്നുള്ളത്. ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏത് സെക്ടർ ആയാലും ഇന്ന് പ്രധാനമാണല്ലോ. അപ്പോൾ BBC learningenglish.com ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിരവധി റിസോഴ്സുകളുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആയാലും അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആയാലും എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്താം എന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം റിസോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അറബിക് ഫീൽഡുകളിൽ ഉള്ളവർക്ക്, അതാത് ലാംഗ്വേജ് ഫീൽഡുകളിലുള്ളവർക്ക് എങ്ങനെ അവരുടെ അതാത് ഭാഷകൾ മെച്ചപ്പെടുത്താം. ഇപ്പോൾ അറബിക് ആണെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചാനലാണ് അൽ ജസീറ. അപ്പോൾ അൽ ജസീറയുടെ തന്നെ ലേണിംഗ് അറബിക് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അത് വളരെ ബേസിക് ലെവലിൽ നിന്ന് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് അപ്പർ ലെവലിൽ വരെ നമ്മളെ പരിശീലിപ്പിക്കുന്ന ധാരാളം റിസോഴ്സുകൾ അൽ ജസീറയിൽ കാണാൻ കഴിയും. അതുപോലെ ഇന്ന് പ്രധാനമായിട്ടും ഈ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലുള്ളവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയാം. അഥവാ നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് പലരുടെയും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അതിന് പുറമെ ഒരു ആഡ് ഓൺ ലാംഗ്വേജ് പഠിച്ചാൽ അത് ഇന്ന് ഈ എന്താ പറയുക കോർപ്പറേറ്റ് സെക്ടറുകളിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന പലരും, അഥവാ നിങ്ങളുടെ ആമസോൺ ഇംഗ്ലീഷ് ടീമിൽ പോളിസി ടീമിൽ വർക്ക് ചെയ്യുന്ന പലരും എൻജിനീയറിങ് അല്ലെങ്കിൽ MBA ലെവലിൽ നിന്നൊക്കെ വന്നവരാണ്. അപ്പോൾ അവരുടെ പാക്കേജിനേക്കാളും കൂടുതൽ പാക്കേജ് ഈ ഫോറിൻ ലാംഗ്വേജ് കാൻഡിഡേറ്റ്സുകൾക്കായിരിക്കും ഉണ്ടാവുക. കാരണം ഇംഗ്ലീഷ് പലർക്കും അറിയാം, അതുകൊണ്ട് അതിന് ഡിമാൻഡ് ഇന്ന് കുറവാണ്. നേരെ മറിച്ച് ഏറ്റവും ബിസിനസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കൺട്രികൾ, ഉദാഹരണം ചൈനീസ് ലാംഗ്വേജ്. ചൈന ബിസിനസ്സിൽ ആഗോള ബിസിനസ്സിൽ തന്നെ മുൻപന്തിയിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ചൈനീസ് ലാംഗ്വേജിനാണ് ഇന്ന് ലാംഗ്വേജ് ഗ്രൂപ്പുകളിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ജാപ്പനീസാണ്. അത് കഴിഞ്ഞാൽ യൂറോപ്യൻ ലാംഗ്വേജുകളായ ജർമ്മൻ, ഫ്രഞ്ച്, അതുപോലെ സ്പാനിഷ് എന്നീ ലാംഗ്വേജുകൾക്കാണ്. അറബിയും അക്കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്, യൂറോപ്യൻ ലാംഗ്വേജസിൻ്റെ കൂട്ടത്തിലാണ്. അതുപോലെ കൊറിയൻ, അതുപോലെ സിംഹള, ഇത്തരം ലാംഗ്വേജുകൾ അറിയാവുന്നവർക്കും ഇന്ന് ധാരാളം സാധ്യതകൾ, അഥവാ ഈ നേരത്തെ പറഞ്ഞ പോലെ കണ്ടന്റ് മോഡറേറ്ററുകളായിട്ടും അതുപോലെ ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റുകളായിട്ടും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റുകളായിട്ടും എല്ലാം സാധ്യതകളുണ്ട്. അപ്പോൾ മെയിനായിട്ട് നേരത്തെ അബ്ദുൽ സാർ പറഞ്ഞ പോലെ ഇതിലേക്ക് എങ്ങനെ നമ്മൾ എത്തിപ്പെടാം അല്ലെങ്കിൽ എത്തിയാൽ എങ്ങനെ എത്താം എന്നതിനെ പറ്റിയാണ് ഇതിൽ താല്പര്യമുള്ളവർ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ അവർക്ക് നമ്മുടെ പഠനകാലത്ത് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ജോബ് സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത് വെക്കാം. ഉദാഹരണം Naukri.com അല്ലെങ്കിൽ ടൈംസ് ജോബ്സ്, Shine.com, നമ്മുടെ പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ നമ്മൾ വിശേഷിപ്പിക്കുന്ന ലിങ്ക്ഡിൻ, ഇതിലെല്ലാം നല്ല പ്രൊഫൈല് ആ രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്തരം കരിയറുകൾ നമ്മളിലേക്ക് തേടി വരും. നമ്മുടെ സ്കിൽസ്, അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ പുതിയൊരു കോഴ്സ് ചെയ്താൽ അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല ഗുഡ് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു, സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ ബിസിനസ് ഇമ്പാക്റ്റ് എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കരിയറുകൾ നമ്മളിലേക്ക് തേടി വരും. അപ്പോൾ ആ രൂപത്തിൽ ഇതിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റു സാധ്യതകളെ പറ്റി നിങ്ങൾ ഒരിക്കലും ബേജാറാവേണ്ടതില്ല. കാരണം നിങ്ങളെ കോർപ്പറേറ്റ് കമ്പനികൾ നിങ്ങളെ വളർത്തും. കാരണം നിങ്ങൾ വളരേണ്ടത് നിങ്ങളുടെ ഗ്രോത്ത് അവരുടെയും ഗ്രോത്താണ്. അപ്പോൾ ഏത് കോർപ്പറേറ്റ് കമ്പനി ആയാലും, ഇപ്പോൾ ആമസോൺ ആവട്ടെ, മെറ്റ ആവട്ടെ, അല്ലെങ്കിൽ ഗൂഗിൾ ആവട്ടെ, എല്ലാ കമ്പനികളിലും അവരുടേതായ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ ആമസോണിൽ കാനറ്റ് അല്ലെങ്കിൽ ആമസോൺ ലേൺ എന്നുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ധാരാളം ആഡ് ഓൺ കോഴ്സുകളുടെ, അപ്പോൾ ഡാറ്റ അനാലിസിസ്, ബിസിനസ്
അനാലിസിസ്, സ്റ്റാറ്റിറ്റിക്സ്, പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ അടുത്ത് ആമസോണിൽ ഞങ്ങളൊരു ഇൻറ്റേർണൽ സ്റ്റോറി വായിച്ചു. സാധാ ഒരു കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവായിട്ട് വന്ന, അഥവാ സാധാ ഒരു പിന്നെ ഐ തിങ്ക് ഹി കംപ്ലീറ്റഡ് BA ഇംഗ്ലീഷ്, ദെൻ ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ് ആസ് പിന്നെ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്. പിന്നീട് അവൻ ആമസോണിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അവനക്ക് ടെക് താല്പര്യം വരുന്നത്. അങ്ങനെ ആമസോൺ പിന്നെ AWS സ്കിൽ ബിൽഡർ എന്നുള്ളൊരു പിന്നെ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ടെക് സ്കിൽസ് അല്ലെങ്കിൽ നമുക്ക് അതിലെ പിന്നെ കോഴ്സുകൾ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ കയറിയിട്ട് അവൻ്റെ വർക്കിനോടൊപ്പം പിന്നെ ഇത്തരം കോഴ്സുകൾ ചെയ്തു. പിന്നെ AWS ആർക്കിടെക്ട് കോഴ്സുകൾ അല്ലെങ്കിൽ പിന്നെ സൊല്യൂഷൻ എക്സ്പെർട്ട് കോഴ്സുകൾ ചെയ്തിട്ട് പിന്നീട് AWSൻ്റെ വളരെ ഹൈ പാക്കേജുള്ള ജോബിലേക്ക് ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്തൊരു പിന്നെ കാൻഡിഡേറ്റ്, ഒരു ആമസോണിയൻ്റെ സ്റ്റോറിയുടെ വായിക്കാനായി. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ ശേഷം നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അതാത് കമ്പനികൾ നോക്കിക്കോളും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് കരിയർ ലെവൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കരിയർ എന്താണെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പിന്നെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ Q&A സെഷനിൽ ഇൻഷാ അല്ലാ സംസാരിക്കാം. ഓക്കെ, ഈ ഒരു ഹ്യൂമാനിറ്റീസ് മേഖലയെ പോലെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന വേറൊരു മേഖലയാണ് ഇതിൻ്റെ ഒരു ലോ എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ലീഗൽ മേഖലയിലുള്ള കോർപ്പറേറ്റ് ഓപ്ഷൻസ് കാര്യങ്ങൾ. അപ്പം അതിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഷഫീഖ് സാറെ ക്ഷണിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ എങ്ങനെ ജോലി നേടാം, അങ്ങനെ ജോലി നേടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ നമുക്ക് ഉയരത്തിലേക്ക് എത്താം എന്നൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്താണ് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യണമല്ലോ. ഇത് കുറച്ചുകൂടി ഒരു ലീഗലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഈ കോർപ്പറേറ്റ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയോ എന്താണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം? വലിയ ബിസിനസ് സ്ഥാപനത്തിനാണോ കോർപ്പറേറ്റ് സ്ഥാപനം എന്ന് പറയുക? അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും? ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് വലിയ സ്ഥാപനം തന്നെയാണ്. പക്ഷേ അത് ഒരു പ്രത്യേക രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം മാത്രമേ അത് വളരാൻ പറ്റുള്ളൂ. അതിന് രണ്ട് പ്രത്യേക ക്വാളിറ്റി അത്തരം സ്ഥാപനങ്ങൾക്കുണ്ടാവും. ഒന്ന് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, രണ്ടാമത്തത് അതിൻ്റെ പെർപ്പച്വൽ സക്സഷനാണ്. അത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ക്യാപിറ്റലിൻ്റെ പുറത്ത് വേറൊരു ലയബിലിറ്റി ആ ബിസിനസ്സിനുണ്ടാവില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന അയാളുടെ ബിസിനസ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പൊട്ടുന്നൊരു സാഹചര്യം വന്നാൽ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അയാൾ ഒക്കെ അതിലെന്ത് ചെയ്യാണ് ബാധ്യതപ്പെട്ടിരിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് അവരുടെ ആ ഒരു കമ്പനിയുടെ ലയബിലിറ്റി ഫിക്സ്ഡ് ആണ്. ഏതുവരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ക്യാപിറ്റലിൻ്റെ മുകളിലേക്കുള്ളൊരു എമൗണ്ട് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിന്നോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ച് എന്തും ചെയ്യാമെന്നല്ല, ഈ കോർപ്പറേറ്റ് വേയിൽ എടുത്തു കളയുന്ന സാഹചര്യം നിയമത്തിൽ പറയുന്നുണ്ട്. അത് അങ്ങനെ ഫ്രോഡൊക്കെ ഉണ്ടാകുന്ന സമയത്താണ്, അത് വേറെ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പം അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓണേഴ്സ് മാറിക്കൊണ്ടേയിരിക്കാം. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ ഓണേഴ്സ് മാറും, പക്ഷേ ബിസിനസ് എല്ലാ കാലത്തും നിലനിൽക്കും. ഓണേഴ്സ് മരിക്കാം, പുതിയ ആൾക്കാർ വരാം. ഒരാൾ മരിക്കുന്നതോടുകൂടിയോ ഒരാൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടിയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ കോർപ്പറേറ്റ് സ്ഥാപനം നശിക്കുന്നില്ല, അത് നിലനിന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതിന് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ആവണമെങ്കിൽ അതിൻ്റെ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മിനിസ്ട്രി ഓഫ് ഇന്ത്യയിൽ അതിന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ട്. ഓരോ രാജ്യങ്ങളിലും അതിനകത്ത് മിനിസ്ട്രീസ് ഉണ്ട്. അത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടാണ് പല രാജ്യങ്ങളിലും അതിന് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും പല പേരിലാവാം.
ഇന്ത്യയിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പേരിലാണ് അത് അറിയപ്പെടുക. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് ശരിക്കും ഈ ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ പ്രത്യേകത അങ്ങനെ എന്തിനാണ് അങ്ങനെ ആ രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഷെയർ എത്രയും വാങ്ങിക്കാം, ആളുകളിൽ നിന്ന് ആവശ്യാനുസരണം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അതേ സമയത്ത് മാനേജ് ചെയ്യുന്ന ആൾക്കാർ മാറ്റം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ബിസിനസ്സിന് കൂടുതൽ വളരാൻ പറ്റും. ആവശ്യാനുസരണം ലോൺ എടുക്കാം. അതൊക്കെ എന്താ ഈ കോർപ്പറേറ്റ് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് വെച്ചാൽ കമ്പനി ലോ ആണ്. ആ കമ്പനി ലോനകത്ത് അതിനകത്തും ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറിനെ, ഈ പറയപ്പെട്ട കോർപ്പറേറ്റ് സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനുള്ള ഒരുപാട് കരിയേഴ്സ് ഉണ്ട്. അതിൽ കീ മാനേജറിയൽ പേഴ്സണൽ KMP എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനിഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ചില കരിയേഴ്സ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അവിടെയൊക്കെ ആൾക്കാരുണ്ടെന്നുള്ളതും പലർക്കും അത്തരം പൊസിഷനിലേക്ക് എത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ പഠിക്കേണ്ടത് എന്നുള്ള ധാരണ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം പൊതുവേ ഉണ്ട്. അപ്പോൾ ഈ KMP ഉള്ള ചില പൊസിഷനാവുന്ന CEO, നമ്മളിങ്ങനെ കേൾക്കുന്നതെന്നല്ലാതെ ഇത് എന്താണെന്നൊന്നും പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. അതേപോലെ CFO ഉണ്ട്, കമ്പനി സെക്രട്ടറി ഉണ്ട്, ഹോൾ ടൈം ഡയറക്ടർ ഉണ്ട്, മാനേജർ ഉണ്ട്, മാനേജിങ് ഡയറക്ടർ ഉണ്ട്. ഇവരൊക്കെ എന്താണ് ഇതിൻ്റെ ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഉള്ള ഡിഫറെൻറ്റ് പോസ്റ്റുകളാണ്, ഹയർ പോസ്റ്റുകളാണ്. അതുകൊണ്ടാണ് അതിനെ കീ മാനേജറിയൽ പേഴ്സണൽ എന്ന് പറയുന്നത്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ റൺ ചെയ്യുന്നത്. അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സ് ഒന്നുമല്ല ഈ കോർപ്പറേറ്റ് സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു പൊസിഷനിൽ എത്താമെന്ന് നമുക്ക് ചെറിയൊരു ഡിസ്കഷൻ നടത്താം. ആദ്യമായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഒരു പ്രത്യേകം ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ഒരു പ്രൊഫഷൻ ഈ KMPയിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ കമ്പനി സെക്രട്ടറി മാത്രമാണ്. പിന്നെ അതിനകത്തുള്ളത് CFO എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫിനാൻസ് നോളജ് അത്യാവശ്യമുള്ള, അത് MBAക്കാരാവാം, ചാർട്ടേഡ് അക്കൗണ്ടൻസ്. മോസ്റ്റ്ലി ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അത്ര എന്തില്ല അവൈലബിലിറ്റി ഉണ്ട്. അതേപോലെ ഒരുപാട് ഫിനാൻസ് പ്രൊഫഷൻസ് വേറുണ്ട്, CMA ഉണ്ട്, SSCA ഉണ്ട്, അങ്ങനെ കുറച്ച് പ്രൊഫഷൻസ് ഉള്ളതുകൊണ്ട് അത്തരം ഒരു നോളജ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, CFO ആയി വരാം. അതെങ്ങനെ വരാമെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് കമ്പനി സെക്രട്ടറി അങ്ങനെ ഒന്നും ഒരു എലവേറ്റ് ചെയ്ത് വരാൻ പറ്റിയ ഒരു പോസ്റ്റല്ല. അത് ഞങ്ങൾ സ്പെഷ്യൽ നോളജ്, അതിന് കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. ആ ബോഡിയിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടണം. അതിൽ മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ നടത്തുന്ന എക്സാമുകളുണ്ട്, അവർ നടത്തുന്ന സെമിനാറുകളുണ്ട്. അതിനൊരു ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചറുണ്ട്, അക്കാഡമിക് സ്ട്രക്ചറുണ്ട്. അതിലൂടെ കടന്നുപോയി 3 സ്റ്റേജ് എക്സാമൊക്കെ നടത്തി അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ചോദിക്കാം. അപ്പോൾ എക്സാമൊക്കെ നടത്തി ആ എക്സാമൊക്കെ പാസ്സായി പിന്നെ അവർ നടത്തുന്ന കുറേ ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളൊക്കെ നടന്ന് അവർ മെമ്പർഷിപ്പ് തരും. അങ്ങനെ മെമ്പർഷിപ്പ് കിട്ടുന്ന ഒരു കമ്പനി സെക്രട്ടറി നിർബന്ധമായും അപ്പോയിൻറ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്ന ഈ കമ്പനി നിയമത്തിൽ പറയുന്ന ചില കമ്പനികളുണ്ട്. ഒരു കമ്പനിക്ക് 10 കോടി ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പോലും അവിടെ കമ്പനി സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്യപ്പെടണം എന്നുണ്ട്. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറിയുടെ ജോലി എന്താണ്? ആ കമ്പനി സെക്രട്ടറി എന്തിനാണ് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടാൻ നിയമത്തിൽ ഇത്രമാത്രം നിർബന്ധം പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ബിസിനസ്സിന് എല്ലാവർക്കും അറിയാം, ബിസിനസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് എന്താവശ്യമില്ല, ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ആർക്കും ബിസിനസ് ചെയ്യാം, ഏത് ബിസിനസ്സും വലുതാവാം. അങ്ങനെ വലുതായൊരു ബിസിനസ് പലപ്പോഴും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ആർക്ക് ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇത് നടത്തുന്നവർക്ക് ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അവരുടെ താല്പര്യം എപ്പോഴും പ്രോഫിറ്റ് മോട്ടീവായിരിക്കും. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറിയെ എന്തിനാണ് ഒരു കമ്പനിയിൽ നിൽക്കുന്നത് വെച്ചാൽ അവിടെ ഈ നിയമം കൃത്യമായി നടപ്പാക്കി എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഓഫീസറാണ്. അതിനെ കംപ്ലയൻസ് ഓഫീസർ എന്ന് പറയും.
ഈ കംപ്ലയൻസ് എന്ന് പുതിയ കാലത്ത് ഒരു കൺസേൺ ആയിക്കൊണ്ട് തന്നെ സീരിയസ് കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്ന എൻ്റർപ്രണേഴ്സ് ഉണ്ട്. നിയമം പാലിച്ചുകൊണ്ട് മാത്രം എൻ്റെ ബിസിനസ് നടത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന എൻ്റർപ്രണേഴ്സ് ഉണ്ട്. അങ്ങനെ വരുന്ന ഒത്തിരി ക്ലയൻസൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ലോയേഴ്സിനെ വെക്കും. ഈ കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, തീർച്ചയായും ഈ പറയപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ഈ കമ്പനി നിയമത്തിൽ പറയപ്പെട്ട ഈ പർട്ടിക്കുലർ ക്രൈറ്റീരിയ എത്തിയ കമ്പനികൾ ഈ കമ്പനി സെക്രട്ടറീസിനെ അപ്പോയിൻ്റ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഈ പൊസിഷനിലെത്തുക? ആ പൊസിഷനിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ നിങ്ങൾ ഈ പറയപ്പെട്ട ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ പറയുന്ന ഈ സ്റ്റെപ്സൊക്കെ കടന്നുപോയി പരീക്ഷകളൊക്കെ എഴുതി പാസ്സായിട്ടാണ് നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയേണ്ടതുണ്ടോ? അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നേരത്തെ പറഞ്ഞ ഈ ഹൈറാർക്കിയിൽ കീ മാനേജറിയൽ പേഴ്സണലായിട്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഹോൾ ടൈം ഡയറക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു കമ്പനി റൺ ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ആ ബോഡിയാണ്. ആ ഒരു മൊത്തം ബോർഡിനാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്പനിയെ റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതേ സമയത്ത് ഈ ഡയറക്ടേഴ്സിനിടയിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർക്ക് ഫുൾ ടൈം ഡ്യൂട്ടി കൊടുത്ത് ഒരു എക്സിക്യൂട്ടീവ് പവറിൽ ഫുൾ ടൈം അതിൻ്റെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് കൊടുക്കുമ്പോൾ അത് അവർ ഹോൾ ടൈം ഡയറക്ടറാവും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവണമെങ്കിൽ, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഡയറക്ടർ ആവണമെങ്കിൽ എന്താ പറയുക, ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നില്ല. നിങ്ങൾ ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പാടുള്ളൂ എന്ന് എവിടെയും നിയമത്തിൽ പറയുന്നില്ല. അതേസമയത്ത് എന്ത് പറയുന്നുണ്ട്, ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ ആവാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന ഒരു പ്രത്യേക കോഴ്സ് പഠിക്കണമെന്നോ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളെക്കുറിച്ചാണ് പറയുന്നത്. അതിനൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അതേസമയത്ത് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ ഡയറക്ടർ ആകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട ആണെങ്കിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേസിൽ നിങ്ങൾക്ക് ഡയറക്ടർ ആവാൻ പറ്റില്ല. അത് ഡിസ്ക്വാളിഫിക്കേഷനാണ്, ക്വാളിഫിക്കേഷൻ അല്ല. അതിൻ്റെ പുറമെ ഇതിലൊന്ന് ആഡ് ചെയ്യാൻ, ചില കമ്പനികൾ തന്നെ നിങ്ങൾ കോർപ്പറേറ്റ് ലാഡർ കയറുമ്പോൾ ചിലവർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ ജോലിയിലേക്ക് കയറും. അപ്പോൾ ഒരു എൻട്രി പോയിന്റിൽ ജോലി കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർ മാനേജറിയൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സീനിയർ മാനേജർ പൊസിഷനിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അവർ പറയാം മിനിമം ഒരു MBA വേണം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യും. അതൊരു പ്രീ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അത് നാച്ചുറലി റിക്വയർഡ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിൽ സ്റ്റക്കായി പോകാതിരിക്കാൻ നിങ്ങൾ ചില വീട്ടിലെ സാഹചര്യം കൊണ്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയിലേക്ക് കയറേണ്ടി വന്നാൽ പോലും കൂടെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ടോ അപ്സ്കിൽ ചെയ്തിട്ടോ ഒരു PG എടുത്ത് വേഗം തയ്യാറായി നിൽക്കുക. പിന്നെ ആ സമയത്തെത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2 വർഷം ഡിലേ ചെയ്യുന്നൊരവസ്ഥ വരുത്താവുന്നത് നന്നാവും. ഞാൻ എന്താ പറയുക, ഡയറക്ടർ ആവാൻ ക്വാളിഫിക്കേഷൻ വേണ്ടെന്ന് പറഞ്ഞത് നിങ്ങളൊന്നും പഠിക്കേണ്ട എന്ന് പറയാനല്ല. സ്വാഭാവികമായിട്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ അത്ര പഠിക്കാത്തവർക്ക് പോലും കമ്പനിയുടെ ഹയർ പൊസിഷനിൽ എത്താൻ പറ്റുന്ന നിയമമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം എന്നാണ് ഞാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് പറ്റുമെങ്കിൽ ഡയറക്ടർ ആവാം. ഈ ഡിസ്ക്വാളിഫിക്കേഷനാണ് ഉള്ളത്. എന്നാൽ അതേ സമയത്ത് ഒരു ഡയറക്ടർഷിപ്പിന് വേണമെങ്കിൽ ഒരു കമ്പനിക്ക് സ്വമേധയാ തീരുമാനമെടുക്കാം. അതുൽ സാർ പറഞ്ഞ വിഷയം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില കമ്പനികൾ എന്ത് ചെയ്യും, പ്രത്യേക നോംസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഷെയർ ഹോൾഡർ ആണെങ്കിൽ മാത്രമേ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. അത് ആർട്ടിക്കിൾസ്, കമ്പനിയുടെ ഒരു എന്താ പറയുക, ഒരു ഭരണഘടനയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ രേഖ, അതിനകത്ത് കമ്പനിക്ക് എന്തും എഴുതി ചേർക്കാം. അതായത് നിയമവിരുദ്ധമല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒരു ക്വാളിഫിക്കേഷൻസ് കമ്പനിക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ
നമുക്ക് ഈ പൊസിഷനിലെത്താൻ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നല്ല കഴിവുകളുണ്ടെങ്കിൽ നമ്മളുടെ ഈ ടെക്നിക്കൽ നോ ഹൗ കൺസിഡർ ചെയ്തിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡയറക്ടർഷിപ്പിലേക്ക് കമ്പനികൾ എന്ത് ചെയ്യും, എടുക്കും. അതുപോലെ നമ്മൾ എന്നറിയട്ടെ, ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പോലും പിന്നെ ഇത് ലക്ഷ്യം വെച്ച് ഇപ്പോൾ കരിയർ ബിൽഡ് ചെയ്യാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഇതിൽ വളരെ പ്രധാനമാണല്ലോ. അങ്ങനെ അവർക്ക് ഒരു ലീഡിങ് പൊസിഷനിലേക്ക് എത്തണം എന്ന് വരുന്ന സമയത്ത് അവർ പിന്നെ കാര്യങ്ങളെ സമീപിക്കുന്നതിൻ്റെയും പഠിക്കുമ്പോഴൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ലീഡിങ് ആറ്റിറ്റ്യൂഡ്, അവിടെയൊക്കെ പൊതുവേ നമ്മുടെ വിദ്യാർത്ഥികളൊന്നും അങ്ങനെ പിന്നെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു രീതിയിലേക്ക് ആലോചിക്കാറും ചിന്തിക്കാറൊന്നുമില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഇൻസൈറ്റ്. അതെ, ഇത് നേരത്തെ നമ്മളെ സഖാഫി ഉസ്താദ് വളരെ വിശദമായി സംസാരിച്ചൊരു വിഷയമായതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. കാരണം ഒരു ഡയറക്ടർക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീ മാനേജറിയൽ പേഴ്സണൽസിന് ആർക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് നമ്മൾ അത് പ്രത്യേകിച്ച് ഒരു ഭാഷയിൽ ഒതുങ്ങാതെ നമ്മൾ അതിൽ കൃത്യമായ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഐഡിയ വേണമല്ലോ, അത് അപ്പോഴാണല്ലോ നമ്മൾ ഡയറക്ടർഷിപ്പിൽ എത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒരു കോഴ്സ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ഡയറക്ടർ ആവുക, അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. അത് നിയമം അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡയറക്ടർ ആവാൻ വേണ്ടി നമുക്ക് ഈ പറയപ്പെട്ട ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെയും നമ്മൾ ഡയറക്ടർ ആവും, നമ്മുടെ അടുത്ത് ടെക്നിക്കൽ നോഹൗ ഉണ്ടെങ്കിൽ. നോർമലി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരാളാണ് ഡയറക്ടറായിട്ട് വരാറുള്ളത്. പക്ഷേ അതും നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. അതിൽ ഒരു ആഡ് ഓൺ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു കുഴി കുഴിക്കാൻ ഒരാൾ വരുന്നതെന്ന് വിചാരിക്കുക. കുഴി കുഴിക്കാൻ എന്ത് വേണ്ട? ക്വാളിഫിക്കേഷൻ വേണ്ട. അല്ലെങ്കിൽ വീടെടുക്കുന്നതിന് മുന്നേ ഒരു കുഴിയാട്ട കയറുകയാണ്, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുക, അതിനൊരു ക്വാളിഫിക്കേഷൻ വേണ്ട. നിങ്ങളുടെ CV ആണെങ്കിൽ എനിക്ക് കുഴിയാട്ട് കയറി എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്തരത്തിൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യം എന്തിനില്ല, ഒരു ഡയറക്ടർ പോസ്റ്റിലേക്ക് ആവശ്യമില്ല. പക്ഷേ ഡയറക്ടർ ആവാനുള്ള ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാവുക, അല്ലെങ്കിൽ അത്രയും നോളജ് ഉള്ള, അല്ലെങ്കിൽ അത്രയും റിസോഴ്സ് ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയാൽ മാത്രമേ എന്തുണ്ടാവും, ഡയറക്ടർ പോസ്റ്റ് എന്നുള്ളൊരു സെഗ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡയറക്ടർ എന്നുള്ളതല്ല, മുപ്പര് നേരത്തെ പറഞ്ഞ കീ മാനേജറിയൽ പേഴ്സൺ മീൻസ് ഒരു ബിസിനസ്സിൻ്റെ ടോപ്പ് ഹെഡ്. അത് സാധാ ഭാഷ പറഞ്ഞാൽ സ്കൂളിലെ ഹെഡ് മാഷ്, PTA പ്രസിഡൻറ്റ്, ഇതൊക്കെയാണ് സ്കൂളിൻ്റെ കീ മാനേജറിയൽ പേഴ്സൺ ഉണ്ടാവും. അതൊരു ബിസിനസ്സിൻ്റെയിലേക്ക് വരുമ്പോൾ CEO, CFO ഇങ്ങനെ പറയുന്നിടത്ത് ഈ പോസ്റ്റുകളിലേക്ക് വരുന്ന ഡയറക്ടർ അടങ്ങിയ ഈ പോസ്റ്റുകളിലേക്ക് വരുന്ന ചില സ്ഥലങ്ങളിൽ എന്താവശ്യം ഉണ്ടാവില്ല. ലോ പ്രകാരം ഒരു ഡയറക്ടർക്ക് ഇന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണമെന്ന് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അതേസമയം കമ്പനിക്ക് എന്ത് വെക്കാം, അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേറ്റ്സിൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ നിയമപുസ്തകത്തിൽ എന്ത് പറയാം, ഇന്ന പോസ്റ്റിലേക്ക് വരുന്ന ആൾക്ക് നിർബന്ധമായും ഇന്ന ഡിഗ്രി അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റി ഇന്ന ക്വാളിഫിക്കേഷൻ ഇന്ന എക്സ്പീരിയൻസ് വേണമെന്ന് എന്താക്കാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം ഈ പറയപ്പെട്ട കുറച്ച് പോസ്റ്റുകളുണ്ടല്ലോ, ഈ പോസ്റ്റുകളാണ് ഒരു കോർപ്പറേറ്റ് കീ മാനേജറിയൽ പേഴ്സൺ, കോർപ്പറേറ്റ് ഒരു സ്ഥാപനത്തിലെ ഹയർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ. അതിൽ ക്വാളിഫിക്കേഷൻ, ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ലൈക്ക് നമ്മളിപ്പം ഹ്യൂമാനിറ്റീസ് ആസ്പെക്റ്റിൽ സംസാരിച്ചു, അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ സംസാരിച്ചു, അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്കും കാര്യങ്ങളും സംസാരിച്ചു. അപ്പം ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വേറൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക്. പലപ്പോഴും കോർപ്പറേറ്റ് കരിയർ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഇൻസ്റ്റഗ്രാമിലും മറ്റൊക്കെ കാണുന്ന കുറേ റീൽസും കാര്യങ്ങളും നമ്മൾ കാണുന്നൊരു സാധനമുണ്ട്, ഭയങ്കര പോഷായിട്ടുള്ള. അതേസമയം തന്നെ ഇതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കാം, അതിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ആസ്പെക്ട്സ്.
അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിയാലിറ്റി സൈഡ് എന്താണ് ബീങ് എ കോർപ്പറേറ്റ് പ്രൊഫഷണൽ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ. അതുപോലെ തന്നെ അതിന് വേറൊരു ഡയമെൻഷൻ, കോർപ്പറേറ്റിൽ വേറൊരു വലിയൊരു മേഖലയാണ് ഫൈനാൻസ് എന്നുള്ളത്. അപ്പം ഈ 2 ഏരിയയും കവർ ചെയ്തുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ സിനാൻ സാർ സംസാരിക്കും. പേര് സിനാൻ. ഞാൻ കുറച്ച് ലൈഫ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സാമ്പിൾസ് വെച്ച് തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നണം. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അഷീഖ് മർജാൻ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ബാംഗ്ലൂർ PwC, ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4 വലിയ കമ്പനികളിലൊന്ന്, അതായത് ഈ അക്കൗണ്ട്സ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 4 വലിയ കമ്പനികളിൽ ഒന്നായ PwCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഫണ്ണിയായ പാർട്ടി ഞാൻ പറയാം. അഷീഖ് PwC ഇന്ത്യ ഈസ് എ കോംപ്ലിക്കേറ്റഡ് ഓഫീസ്, ലൈക്ക് നല്ല ഹ്യൂജ് വർക്ക് ലോഡൊക്കെ ഉള്ള ഒരു ഓഫീസാണ്. അപ്പം ബാംഗ്ലൂർ ഒരു ദിവസം ഓഫീസിലേക്ക് കയറുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഓഫീസിലേക്ക് കയറുമ്പോൾ വളരെ കൂളാണ്, തിരിച്ചിറങ്ങുമ്പോൾ ബാംഗ്ലൂരിൽ വെള്ളപ്പൊക്കമാണ്. ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ വണ്ടി എടുക്കാൻ കഴിയാത്ത കോലത്തിൽ വെള്ളപ്പൊക്കമായിട്ടുണ്ട്. അതായത് അതിൻ്റെ ഇടയിൽ വലിയ മഴ പെയ്തു, ബാംഗ്ലൂരിൽ ഫുൾ സ്റ്റക്കായി, ബാംഗ്ലൂർ ഫുൾ ലോക്ക്ഡൗൺ ആയി, ഒരു വണ്ടി വരെ മൂവ്മെൻറ്റ് പോവാത്ത കോലത്തിൽ. ഇതൊരു 10 ദിവസത്തിന് ശേഷമുള്ള കഥയല്ല പറയണേ. അതായത് ഇവൻ ഓഫീസിൽ കയറി ഇറങ്ങുന്ന സമയം അതിനുള്ളിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് സംഭവിച്ചതല്ല. ഇവൻ്റെ ഓഫീസ് ടൈമിങ് വരിക എന്ന് പറഞ്ഞാൽ 9-10 മണിക്കോ തുടങ്ങി, 9 മണിക്ക് തുടങ്ങി, പിറ്റേന്ന് രാവിലെ 3 മണി വരെയൊക്കെയാണ്. അത് ബിസി സീസണിൽ നടക്കുന്നൊരു കാര്യമാണ്. അതായത് രാവിലെ 9 മണി മുതൽ പിറ്റേന്ന് സുബി, അതായത് തഹജ്ജുദിനോട് എടുത്ത സമയത്ത് 3 മണിക്കാണ് ഇവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, റൂമിൽ പോകുമ്പോഴേക്ക് സുബഹ് വാങ്ങി കൊടുക്കും, സുബഹ് നിസ്കരിക്കുക, ഉറങ്ങുക, പിറ്റേന്നും 9 മണിയാകുമ്പോൾ ഓഫീസിലെത്തുക. ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അത് ഞാൻ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് പറയാം. ഒരു ബിസി സീസണിലുള്ള ഒരു എംപ്ലോയിയുടെ വർക്ക് ഹവേഴ്സ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 16 or 18 hours. ഇത് എന്തിനും ഇവർ ചൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം. അതായത് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാൽ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്രട്ടറി ആയാൽ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫിനാൻസ് മേഖലയിലെ ടോപ്പ് ഹെഡ് ആയാൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഈസ് വെരി ഹ്യൂജ്. ചില നേരങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഈസ് വെരി ഹ്യൂജ്. ബട്ട് ഇതിന് കണക്കായുള്ള പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ, ഇൻ മോണിറ്ററി ടേംസ് ആൻഡ് നോൺ മോണിറ്ററി, അത് ശമ്പളമായിട്ട് മോശമില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ടോ? ഈ റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഭാവിയിൽ ഉപയോഗമുണ്ടോ? ഇത് രണ്ടും ഒരു സത്യമാണ്. ഇത് രണ്ടുമുണ്ട്. അതായത് റിസ്ക് കൂടുന്നിടത്തെ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് കൂടും. അതായത് റിസ്ക് എത്രത്തോളം എടുക്കാൻ തയ്യാറാണോ അത്രത്തോളം നിങ്ങൾക്കത് റിവാർഡായിട്ട് വരും എന്നൊരു തിയറി ഉണ്ട്. അതായത് ഈ പ്രഷേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ മെൻ്റലി കേപ്പബിൾ ആണെങ്കിൽ അതിനുള്ള റിവാർഡഡ് നിങ്ങൾക്ക് എന്താ മോണിറ്ററി എന്നോ, അത് സാമ്പത്തികമായിട്ടും സാമ്പത്തിക അല്ലാതെയും എന്ത് തരും, കിട്ടും. ഈ പാർട്ട് പറയുന്നതിന് മുന്നേ, അതായത് കേൾക്കാൻ നല്ല രസമാണിത് സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ വലിയൊരു കമ്പനിയിൽ വലിയൊരു പോസ്റ്റിലുള്ള ഒരാളാണ്, അങ്ങനെ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണെങ്കിൽ പോലും ഇതിന് മുന്നേ ഉള്ളൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഇവിടുന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഞാനിവിടെ നേരെ പുറത്തിറങ്ങി, എൻ്റെ മനസ്സിൽ ചോദിക്കുന്നത് എന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൂ. ഇതിങ്ങനെയും നടക്കൂല. ഇതിനുള്ള പണി ഞാൻ എടുക്കുക എന്നുള്ളത് ഫർള് ഐനാണ്, നിർബന്ധമാണ്. അല്ലാതെ ഞാൻ പുറത്തിറങ്ങി മനസ്സുകൊണ്ട് ആഗ്രഹങ്ങൾ മാത്രം എന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൂ ഇതിലെന്ത് നടക്കൂല, KSRTC ബസ് സ്റ്റാൻഡിൽ എത്തൂല. ഇത്രയും നേരം ഡിസ്കഷൻ നടന്നത് ഒരു വിഷനാണ്, എന്താവുക എന്നുള്ളത്. അതായത് ഒരു മനുഷ്യൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കയറുക, അതാണെങ്കിൽ അതിന് കുറേ മിഷൻസ് ഉണ്ടാവും. എന്ത് ചെയ്താൽ ഈ നിങ്ങളുടെ ആഗ്രഹം പൂവണി, അതിന് കുറേ പണികൾ എന്തുണ്ട്, ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നിങ്ങളൊരു വിഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താവണം, അല്ലെങ്കിൽ ഏതൊരു കോർപ്പറേറ്റ് പൊസിഷനിലേക്ക് വരണം, അല്ലെങ്കിൽ ഞാൻ എന്തായി എൻ്റെ കരിയറിനെ ബിൽഡ് ചെയ്യണമെന്ന് ചെയ്യണമെങ്കിൽ ഈ ഡെഡ് എൻഡ് മാത്രം ചിന്തിച്ചാൽ പോരാ. അതായത് ഇത് എവിടെ തീരുന്നു എന്നുള്ളതല്ല ചർച്ച, നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ്, നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. എക്സാമ്പിൾ, 10ാം ക്ലാസ്സിൽ നല്ല മാർക്കിൽ പാസ്സാവണം. എന്തിന്? +1 നല്ലൊരു സ്കൂളിൽ കിട്ടാൻ. +1 + 2 നല്ല മാർക്കിൽ പാസ്സാവണം, നല്ലൊരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടാൻ.
നല്ലൊരു ഡിഗ്രി ക്യാമ്പസിൽ നല്ല പെർഫോമൻസ് അച്ചീവ് ചെയ്യണം. എന്തിനാ? മാസ്റ്റേഴ്സ് നല്ല രീതിയിൽ എടുക്കാൻ. ഈ മാസ്റ്റേഴ്സിൽ നമ്മുടെ പെർഫോമൻസ് ബേസിലായിരിക്കാം നമ്മുടെ കമ്പനിയിലേക്കുള്ള ഫസ്റ്റ് ഹയറിങ് വരിക. ഇതൊക്കെയും ഇതിൻ്റെ മിഷനുകളാണ്. ഇതൊക്കെ നിങ്ങൾ പ്രോപ്പർലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. ഈ ഡെഡ് എൻഡിൽ നല്ല സുഖങ്ങളുണ്ട്. അത് ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഫൈസ് മുഹമ്മദ്. ഇതിനിടെ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഫൈസ് CA ക്വാളിഫൈഡ് ആയിട്ട് ഒരു കൊല്ലമായിട്ടില്ല. ഫൈസ് ദുബായിലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയടാ, 20,000 ദിർഹംസ് ആണ് സാലറി എന്ന് പറഞ്ഞു. ഹീ ഈസ് ഓൾമോസ്റ്റ് ക്വാളിഫൈഡ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ കൊല്ലം ക്വാളിഫൈഡ് ആയ 25 വയസ്സുകാരൻ്റെ കഥയാണ് പറയണത്. 20,000 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഓൾമോസ്റ്റ് 4.5 ലക്ഷം രൂപയെ. ഈ 4.5 ലക്ഷം രൂപ പേയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ അറിയണത്. ഡെഡ് എൻഡിലുള്ള, ഡെഡ് എൻഡ് എന്നല്ല, മീൻസ് അവൻ്റെ കരിയർ ഓപ്പണിങ്ങിലുള്ള അവൻ്റെ സാലറി പാക്കേജാണ് നമ്മൾ കേൾക്കണേ. ഈ 4.5 ലക്ഷം രൂപ, ഈ 4.5 ലക്ഷം രൂപ മാത്രം അച്ചീവ് ചെയ്ത് നമ്മൾ ഇന്ന് CA എടുക്കണം തീരുമാനം എടുത്താൽ, മീൻസ് എക്സാമ്പിൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എടുക്കണം എന്നല്ല പറയണത്, തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ആ ഡെഡ് എൻഡിൽ 4 ലക്ഷം സാലറി എന്ന് വരുന്ന ഒരു ജേണിയിൽ ദർ ഇസ് സോ അപ്പ് ആൻഡ് ഡൗൺസ്, കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതിൽ നിർത്തിപ്പോയ അവസരങ്ങളുണ്ടാവാം, പാസ്സാവുമെന്ന് ഉറപ്പിച്ചെഴുതിയ എക്സാം പൊട്ടി അറ്റംപ്റ്റുകൾ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവും. ഇതേ ഫൈസ് മുഹമ്മദ് ഒരു അറ്റംപ്റ്റിൽ എന്നോട് പറഞ്ഞിട്ടായി, സിനാനെ 5 തവണ ടെക്സ്റ്റ് ഞാൻ കംപ്ലീറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. 5 തവണ ആ മുഴുവൻ ടെക്സ്റ്റ് ഞാൻ കംപ്ലീറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പാസ്സായിട്ടില്ല. ഈ 5 തവണ റിവൈസ് ചെയ്ത ഒരാൾ പാസ്സാവുന്നില്ല എന്നുള്ളതൊരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റാണ്. അതൊരു ഫാക്റ്റാണ്, നമ്മളെ കൊണ്ട് അത് പറ്റിയിട്ടില്ല എന്നുള്ളത്. അടുത്ത അറ്റംപ്റ്റിൽ അവൻ ക്വാളിഫൈഡ് ആകുന്നു, അതിനുശേഷമാണ് ഈ പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. സോ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന വെരി പ്രഷർ സെഗ്മെൻറ്റ് ഈസ് ഇത് പഠിച്ച് തീർക്കുക എന്നുള്ളത്. ഭൂമിയിൽ ഏറ്റവും രസമില്ലാത്ത എൻ്റെ അഭിപ്രായത്തിലുള്ളൊരു സെഗ്മെൻറ്റാണ് പഠിക്കുക എന്നുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാനോട് പറയുന്നുണ്ട്, നല്ല സുഖമല്ലേ, ഒന്നും ചെയ്യണ്ട, രാവിലെ പഠിക്കുക, ഉച്ചക്ക് പഠിക്കുക, വൈകുന്നേരം പഠിക്കുക, രാത്രി ഉറങ്ങുക, ഒന്നും ചെയ്യില്ലല്ലോ. ഫുഡ് ടേബിളിൽ, ജ്യൂസ് ടേബിളിൽ എല്ലാം വരും. നമുക്ക് എന്തെല്ലാം ചെയ്യണം? തഹജ്ജുദിന് എണീച്ചു, അലക്കി തിന്ന് ഇത് ഫുള്ള് ഒരു തഹജ്ജുദ് മുതൽ ഒരു വിത്തർ വരെയുള്ള ഫുൾ ടൈം ടേബിൾ പറയും. അതൊരു 10-50 സെഗ്മെൻറ്റുകൾ ഉണ്ടാവും. നമുക്കൊന്നുമില്ല, ഉറങ്ങണീക്കുക, തിന്നുക, പഠിക്കുക, ഉറങ്ങുക, നിസ്കരിക്കുക, 5 മണി. പിന്നെ ഉമ്മയോട് തിരിച്ചു വരണ്ട്, ഉമ്മ പഠിക്കുക, ഞാൻ ചെയ്തുതരാം. കാരണം നല്ല പ്രഷറാണിത്. കാരണം ഏറ്റവും സുഖമില്ലാത്ത സെഗ്മെൻ്റാണ് പഠിക്കൽ. ഈ പഠിപ്പ് കഴിഞ്ഞിട്ടാണ് കോർപ്പറേറ്റ് ലാഡർ ഇതൊക്കെ. സോ ഫസ്റ്റ് ലാഡർ ഈസ് മെനക്കെട്ടിരുന്ന് പണിയെടുക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് എ റിയാലിറ്റി ചെക്ക്. അതായത് നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം ഉണ്ടായാൽ പോരെ, ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് വന്ന് കിട്ടുന്ന നിധി ആയിരിക്കില്ല എന്ത് കരിയർ. ഈ കോർപ്പറേറ്റ് സെഗ്മെൻറ്റിൽ എവിടെ എത്തണമെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഈസ്, കാരണം മുമ്പിലിരിക്കുന്ന മിക്ക ആൾക്കാരും 10ാം ക്ലാസ്സോ +2 ഒക്കെയാണ്. ഓൽക്ക് ഇതിൻ്റെ ഡെഡ് എൻഡ് പറഞ്ഞാൽ അത് സുഖിപ്പിക്കാനേ പറ്റും. അതായത് ഈ ഡെഡ് എൻഡിൽ ഇന്നൊക്കെ അത് കിട്ടാനുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ ഇത് സുഖം മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രഷർ ഉണ്ടെന്ന് മനസ്സിലാക്കി മെൻ്റലി അതിന് റെഡിയാവുക എന്നുള്ളത് നിർബന്ധമാണ്. ഞാനിത് ഫേസ് ചെയ്യും, ഉറപ്പായിട്ടും ഫേസ് ചെയ്യും. കുളത്തിൽ നീന്താൻ പഠിക്കാൻ ആദ്യം പോകുമ്പോൾ തന്നെ നമുക്ക് നീന്താൻ അറിയണമെന്നില്ല. നമുക്ക് ആദ്യം അറിയാം, ഞാൻ മുങ്ങും, ഞാൻ വെള്ളം കുടിക്കും, എന്നിട്ട് ഞാൻ നീന്തും. ഇത് നിങ്ങൾ ഒന്നാമത് +1 പോകുമ്പോൾ മനസ്സിലാവും, +1 ഇന്ന വിഷയം എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഇന്ന പേപ്പർ എനിക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് ആവട്ടെ ആ കോഴ്സിൽ ഇന്നത് പഠിക്കാൻ പറ്റുന്നില്ല. ഇതാദ്യം മനസ്സിലാക്കി ഇതിനെ ഞാൻ ഫേസ് ചെയ്യും, ഇതിനെ ഞാൻ ടാക്കിൾ ചെയ്തോളാം, ഇത് ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തീർക്കുന്നുള്ള നല്ല കട്ടി മലയാളത്തിൽ പറഞ്ഞാൽ ദൃഢനിശ്ചയം എന്നൊക്കെ പറഞ്ഞ് ഇത് മൊഞ്ചാക്കിയാൽ ഇതാദ്യം വേണം. ഉള്ളിൽ നിന്നുള്ള ചൂട് പുറത്തിറങ്ങിയാൽ മാത്രമേ എന്തോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഈ സാധനം ഒരു ചൂടുണ്ടാവും. അല്ലാണ്ട് എല്ലാം കയ്യിലേക്ക് വരട്ടെ എന്ന് നിന്നാൽ ഇത് നടക്കില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്. രണ്ടാമത്തത്, റിയാലിറ്റി ചെക്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജ് ഞാൻ ഇത് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞു. യു ഹാവ് ടു സ്ട്രഗിൾ മോർ ഓൺ യുവർ സ്റ്റഡീസ്. നിങ്ങളുടെ പഠനകാലത്ത് നിങ്ങൾക്ക് നല്ല സ്ട്രഗിൾ ഉണ്ട്. നിങ്ങളുടെ CA പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൈപ്പ് അങ്ങനെയായിരുന്നല്ലോ, CA ഒക്കെ പഠിക്കുന്നല്ലേ, നിങ്ങൾ സൂപ്പറാണ്. എൻ്റെ വിചാരം ക്വാളിഫൈഡ് ആവുന്ന അന്നേ ദിവസം
യൂസുഫ് അലി ഹെലികോപ്റ്ററിൽ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഇറങ്ങും, എന്നെയും തൂക്കിയെടുത്ത് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാരണം CA ആയപാട് ഇതൊക്കെ സംഭവിക്കും. ആരും വന്നിട്ടില്ല, റൂമിലേക്ക് ഉമ്മ വന്നതിന് വേറെ ആരും വന്നിട്ടില്ല CA ആവുന്ന ദിവസം. അതൊരു ഫാക്റ്റാണ്. നേരത്തെ ഫസ്റ്റ് തുടങ്ങിയ പാട് പറഞ്ഞേ, നിങ്ങളൊരു MBA കാരനായപാട് നിങ്ങൾ കംപ്ലീറ്റ്ലി സെറ്റിലാവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മൂപ്പര എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മൂപ്പര പ്രൊഫസർ പറഞ്ഞിട്ട് MBA ക്വാളിഫൈഡ് ആകുമ്പോഴാണ് നിങ്ങൾ തുടങ്ങുക. ഒരു 2 കൊല്ലം നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ളത്. ദാറ്റ് ഇസ് എ ഫാക്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ വർക്ക് എക്സ്പോഷർ, ഇതൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്തോ ഈ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവട്ടെ, MBA ആവട്ടെ, ഓർ എനി അതർ കോഴ്സസ്. അത് ഒരു ബിസിനസ് മാൻ ആവണമെങ്കിൽ വരെ അങ്ങനെയാണ്. അതായത് ഏറ്റവും നല്ല ഫാക്ടീസ് 10ാം ക്ലാസ് വരെ പാസ്സാവേണ്ട ബിസിനസ് മാൻ ആവാൻ. പക്ഷെ അതിൻ്റെ സ്ട്രഗിൾ ഈസ് ഇതെല്ലാം പഠിക്കുന്നത് ആണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ബിസിനസ് മാൻ ആവാൻ. കാരണം നല്ല കഷ്ടപ്പാടുണ്ട്. അതിനുള്ള താല്പര്യവും അതിനുള്ള ഹാർഡ് വർക്കും നിങ്ങൾ എത്രത്തോളം ചെയ്യാൻ, അതാണ് ആദ്യം. നിയത്ത് എന്നൊക്കെ പറയില്ലേ, നിസ്കാരത്തിൻ്റെ ആദ്യം എന്താ വേണ്ടത്? ഒളുവും നിയത്തുക. അതേപോലെ നിങ്ങളുടെ കരിയറിൻ്റെ ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ അതിന് സെറ്റ് ആവുക, അതിനുള്ള കംപ്ലീറ്റ് ഡിസിഷൻ എടുക്കുക, അതിനുള്ള സകല ധൈര്യവും മനസ്സിലുണ്ടാക്കുക. അതിനുശേഷമാണ് ബാക്കിയൊക്കെ. അത് ഉറപ്പുവരുത്തുക. ആ ഒരു സെഗ്മെൻറ്റിൽ അതായിരിക്കില്ലേ. ഇതിൽ തന്നെ നമുക്ക് കവർ ചെയ്യാത്തൊരു ഏരിയ എന്നുള്ളത് ഈ HR ഫീൽഡാണ്. ലൈക്ക് കോർപ്പറേറ്റ് ഫീൽഡിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഈ ഹ്യൂമൻ റിസോഴ്സ്, ആളുകളുടെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് അബ്ദുള്ള സർ ഒരു ഇൻട്രൊഡക്ഷൻ. ഒരു കോർപ്പറേറ്റിൻ്റെ എൻട്രി പോയിന്റ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നത് ഒരു HR ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ അനസാറുണ്ട്, HRMSലേക്ക് എക്സ്പെർട്ട് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഹ്യൂമൻ റിസോഴ്സ് എന്നൊരു കരിയർ ഓപ്ഷനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിലൊരു പ്രൈമറി, നമ്മൾ എന്തുകൊണ്ട് ഞാൻ ഒരു മാർക്കറ്റിങ്ങിൽ പോകുന്നു, അല്ലെങ്കിൽ സെയിൽസിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആവുന്നു, അല്ലെങ്കിൽ ഡോക്ടർ ആവുന്നു, ഓരോരുത്തർക്കും അതിൻ്റെ ഏരിയയിലൊരു പാഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് കരിയർ ആസ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുണ്ടാവുന്ന ഒരു സ്കില്ലാണ് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ. മനുഷ്യന്മാരെ മനസ്സിലാക്കുക, അവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് കമ്പനിയുടെ കൾച്ചർ സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു പാഷൻ ഏതായാലും മനസ്സിലുണ്ടാവണം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കമ്പനിയിൽ ഒരു HR ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നത് പോലെയല്ല. അതിൽ തന്നെ വളരെ വേരീഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ ചിന്തിക്കുമ്പോൾ HR എല്ലാ പണിയെടുക്കണം. പിന്നെ ഇത് പേറോൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൽ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സബ് ഡിവിഷൻസ് വരുന്നൊരു കാറ്റഗറിയാണ് പേറോൾ. പിന്നെ കംപ്ലയൻസസ്, HR കംപ്ലയൻസ്. നിങ്ങളൊരു കമ്പനിയിൽ വന്നു, ഹയറിങ്, ഫയറിങ്, ഓഫർ ലെറ്റർ കൊടുക്കുന്നു, അതിൻ്റെ അക്സെപ്റ്റൻസ്, കമ്പനിയുടെ പോളിസി ക്രിയേറ്റ് ചെയ്യുക, അതിനെ ഇംപ്രൂവൈസ് ചെയ്യുക, അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ HR അനാലിറ്റിക്സ്, അതായത് എംപ്ലോയീസിൻ്റെ, ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ 100 എംപ്ലോയീസ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ആ 100 എംപ്ലോയീസിൽ നിന്ന് ഇനി എനിക്ക് കമ്പനി പ്ലാൻ ചെയ്യുന്നു, ഞങ്ങളിപ്പോൾ 100 കോടിയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, അടുത്ത വർഷം 120 കോടിയുടെ ബിസിനസ് ആവണം. അപ്പോൾ ഇന്ന ഏരിയ ഓഫ് എക്സ്പെർട്ടീസിലാണ് കമ്പനി ഡയറക്ഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു 20% ഗ്രോത്തിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ തരം മാൻ പവറിന് വേണം എന്നുള്ളത് കമ്പനിയുടെ ടോപ്പ് ലെവലിൽ ഒരു പ്ലാൻ ചെയ്യും. അപ്പോൾ അത് എക്സിസ്റ്റിംഗ് മാൻ പവറിലൂടെ തന്നെ അത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഷുഡ് വി ഗോ ഫോർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹയറിങ്, അതിൻ്റെ റൈറ്റ് സോഴ്സ് ഏതാണ്, അപ്പോൾ എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ എനിക്ക് ഇത്ര ടീമിനെ ഡെലിവറി ചെയ്യിപ്പിക്കാം, അതായത് ഹയർ ചെയ്ത് മുമ്പിൽ കൊണ്ടെത്തിക്കാം എന്ന് നോക്കുന്നതും, അതുപോലെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ പിന്നെ കരിയർ പോസിബിലിറ്റി അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള അനാലിറ്റിക്സ്, ബിഹേവിയർ അനാലിസിസ്, അങ്ങനെ പലതരത്തിലുള്ള അനാലിസിസ് ചെയ്യേണ്ടത് HR റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ HR അനാലിറ്റിക്സ് ചെയ്യുന്നതൊന്ന്. അപ്പോൾ അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അതായത് HRMS സോഫ്റ്റ്വെയർ എല്ലാ കമ്പനികൾക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് വരും. കാരണം അത്രയും മാൻ പവർ കുറഞ്ഞ് HR ഫംഗ്ഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ നിർബന്ധമാണ്. അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കമ്പനികൾ വലിയൊരു ടാസ്ക്കാണ്.
അപ്പോൾ ഞാൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റിൽ HR എന്നുള്ള HR തന്നെ HR ബിസിനസ് മാനേജർ, HR ബിസിനസ് പാർട്ട്ണർ, അങ്ങനെ പല പല പ്രൊഫൈൽസും ഉണ്ട്. പിന്നെ സീനിയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ CHRO, ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ, അങ്ങനെ ലാഡർ ക്ലൈംബ് ചെയ്ത് പോകാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്നൊരു പ്രൈമറി കാര്യം നിങ്ങളുടെ കമ്പാഷനേറ്റ് ആവണം. പിന്നെ അതിൽ തന്നെ ഈ HR-ലെ അനാലിറ്റിക്കലായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള ജോലികളുണ്ട്. അപ്പോൾ നേരത്തെ പിന്നെ എംപ്ലോയി എൻഗേജ്മെൻറ്റ്, എംപ്ലോയി വെൽനെസ്, എംപ്ലോയി മോട്ടിവേഷനൊക്കെ നോക്കുന്നത്, അത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് HR-ൽ വലിയൊരു പ്രൊഫൈലാണ്. അവിടെയൊക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യേണ്ടത്. മറ്റൊരു ഏരിയയിൽ കൂടുതൽ അനാലിറ്റിക്കലായിട്ട് പെട്ടെന്ന് എത്ര ആളെ പോയി കഴിഞ്ഞാൽ എത്ര ആളെ പെട്ടെന്ന് ഹയർ ചെയ്യണം, അതിന് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തണോ, ക്വാളിറ്റി ഉണ്ടാവുമോ ഇല്ലേ, നൗക്കരിയിൽ നോക്കണോ, ലിങ്ക്ഡിനിൽ നോക്കണോ, അങ്ങനെ തന്നെ പല ചാലഞ്ചസ് HR മുമ്പിൽ വന്നേക്കാം. പിന്നെ അതുപോലെ HR എന്ന് പറഞ്ഞാൽ ഇതൊരു ഏരിയ. ഇപ്പം നിങ്ങൾ HR ആയാലും മറ്റ് ഏത് പ്രൊഫൈലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്താലും നിങ്ങളുടെ അകത്തൊരു സെയിൽസ്മാൻ ഉണ്ടാവണം. അതായത് ഞാൻ ചെയ്യുന്ന എൻ്റെ കഴിവ് എന്താണെന്ന് എൻ്റെ ബോസിനെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബോസിനെ ബോധിപ്പിക്കുക എന്നുള്ളതൊരു സെല്ലിംഗ് സ്കില്ലാണ്. അപ്പം എന്നെ സ്വന്തം സെല്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആർക്കും പ്രത്യേകമായിട്ട് വേണ്ട ഒരു സ്കില്ല്. അപ്പം ഞാൻ നല്ലൊരു കമ്പനീനെ ഹെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാനേജറാണ്. അപ്പം എനിക്ക് അടുത്ത കമ്പനിയിൽ പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ തന്നെ എനിക്ക് അപ്രൈസിൽ കിട്ടണം, ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വന്തം സെല്ല് ചെയ്യാൻ പഠിക്കണം, എന്നെ സ്വന്തം കച്ചവടമാക്കാൻ പഠിക്കണം. അതിന് എൻ്റെ കഴിവ് എന്ത്, സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താണെന്നുള്ളത് സ്വന്തം അസസ് ചെയ്യുകയും അതിന് കൂടുതൽ അപ്സ്കില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കരിയറിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജിയും AI ഒക്കെ വന്നിരിക്കുന്ന സമയം എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ഫ്രണ്ട്സ് 3-4 പേര് വർക്ക് ചെയ്യുന്നത് HSBC എന്ന് പറഞ്ഞൊരു ബാങ്കിലായിരുന്നു, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് HSBC അതൊന്നിൽ. അവർ 6 മാസം കൂടുമ്പോൾ 180 പേരുള്ള ഒരു ടീമിനെ പിരിച്ചുവിടും, ഒഴിവാക്കും. കമ്പ്യൂട്ടർ ആ ജോലി ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ തന്നെ 2 തരം, എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ 2 തരം ആളുകളെ ഞാൻ ശ്രദ്ധിച്ചു. ചില ആളുകൾ ജോലി നഷ്ടപ്പെട്ട് വെറുതെ ഇരിക്കുന്നു, എന്നിട്ട് അതുപോലത്തെ ജോലി വേറെ ഓട്ടോമേറ്റഡ് ആവാത്ത വേറെ ബാങ്കിലുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് മാറാൻ നോക്കുന്നു. നേരെ മറിച്ച് വേറെ ഒരുത്തനുണ്ട്, എൻ്റെ കൂടെയുള്ളൊരു ഇഷ എന്ന് പറഞ്ഞ ഒരുത്തൻ. അവൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പനിയിൽ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് ഇന്റേണൽ ജോബ് പോസ്റ്റിംഗ് എന്ന് പറയും. കമ്പനിയുടെ അകത്ത് തന്നെ ഓപ്പണിംഗ് വരുമ്പോൾ ആദ്യം എംപ്ലോയീസിന് തന്നെ കൊടുക്കും ആദ്യം, എന്നിട്ട് അവരിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫൈൽ മാറാൻ താല്പര്യമുള്ളവർക്ക് ആദ്യം ചാൻസ് കൊടുക്കും, പിന്നെയാണ് പുറത്തേക്ക് അധികം പോവുക. ആ പ്രിഫറൻസ് IJPക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ട് അതിലേക്ക് എന്ത് അഡീഷണൽ ഞാൻ പഠിക്കണം എന്നൊരു ടൂള് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് പഠിച്ചെടുത്ത് അപ്സ്കിൽ ചെയ്ത് 6 മാസത്തിനുള്ളിൽ അവൻ പ്രൊഫൈൽ കമ്പനിയുടെ അകത്ത് തന്നെ മാറി നല്ല സീനിയർ പൊസിഷനിലേക്ക് ഇപ്പോൾ എത്തി. ഇപ്പം അവൻ്റെ ജോബ്, അവൻ്റെ ഡിസിഷൻ, അവൻ്റെ നോളജ്, അവൻ്റെ സ്ട്രെങ്തായി മാറി. മറ്റേ കമ്പ്യൂട്ടർ കൊണ്ടുപോകുന്ന ജോലി അല്ലാത്ത രീതിയിൽ അവൻ മാറ്റിയെടുത്തു. പക്ഷെ എന്നാലും കണ്ടിന്യൂസ് അവൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ഒരു 6 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴേക്ക് കുറച്ച് നല്ല പ്രൊഫൈലിലേക്ക് എങ്ങനെ എത്താം, എൻ്റെ ജോബിൻ്റെ റിസ്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വന്തം സെല്ല് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു കരിയറിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രൈമറി പോയിന്റ്. സെൽഫ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞല്ലോ, അത് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. അഥവാ നമ്മൾ സ്വയം സെല്ല് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതിനെ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ സംഭവിക്കുക, അതിലെന്തെങ്കിലും ബെസ്റ്റ് പ്രാക്ടീസസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്നതിനെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രാൻഡ് ആക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അത് വേണ്ടെന്നല്ല, അത് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാകുന്ന നല്ലതൊക്കെ തന്നെയാണ്. നേരെ മറിച്ച് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാന്ന് ഡിഫൈൻ ചെയ്യുക. ഫസ്റ്റ് ഒന്ന് കസ്റ്റമർ ആയിരിക്കാം. കസ്റ്റമർ ഫേസിങ് ജോബ് ആണെങ്കിൽ കസ്റ്റമർ ഉണ്ടാവാം. നമ്മുടെ സ്വന്തം ടീം, ജൂനിയർ നമ്മുടെ ടീം ലീഡർ ആണെങ്കിൽ ജൂനിയർ മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ പാരലൽ ഒരു ഈക്വൽ കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ നേരിലേക്ക്, ഞാനിപ്പോൾ ഒരു ജൂനിയർ മാനേജറാണ്, സീനിയർ മാനേജറിലെ പോസ്റ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സീനിയർ മാനേജ്മെൻറ്റ് സെയിം പൊസിഷനിലേക്ക് നോക്കി കാത്തു നിൽക്കുന്ന 3-4 പേരുണ്ടാവും. അത് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ബോസ് ആരാണ് നമ്മൾ ആ പൊസിഷനിലേക്ക് ഹയർ ചെയ്തിട്ടുണ്ട്, ഒരു മുകളിൽ കയറ്റി ഇരുത്തേണ്ടത്, അതൊരു സ്റ്റേക്ക് ഹോൾഡറാണ്. 3-4 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരാൾക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ചിലത് പൊളൈറ്റ്ലി ബോധ്യപ്പെടുത്തണം, ചിലത് അഗ്രസീവ്ലി ബോധ്യപ്പെടുത്തണം, അങ്ങനെ പല രീതിയിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും.
അപ്പോൾ ഈ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ആദ്യം ജൂനിയേഴ്സിന് നിങ്ങൾ ബോധ്യപ്പെടുത്തുക നിങ്ങളെ നല്ലക്കാട് നല്ല ലീഡർ ഇല്ല. അത് വെറും പറയുന്നതിലല്ല, പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്ത് റിസൾട്ട് കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണം. നേരത്തെ കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞു. ഏത് പ്രൊഫൈലിലും നിങ്ങൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ജോലി നിങ്ങൾ സെല്ല് ചെയ്യുക. അത് അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കുക. എൻ്റെ പൊസിഷൻ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമായിരുന്നു, പിന്നെ അങ്ങനെ അവർക്ക് എല്ലാ പോസിബിലിറ്റിയും അവരെയും കൂടി ടീമിൽ ഡിസിഷനിൽ ഉൾപ്പെടുത്തി അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കുക നമ്മൾ ആസ് എ ടീം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ കളക്റ്റീവ് അവർക്ക് തന്നെ ബോധ്യമാവും ഞങ്ങളുടെ ഇയാൾ നല്ല ലീഡറാണ്. അപ്പോൾ ടീമിനെ ബോധിപ്പിച്ചു. പിന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടത് അവരോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യല്ല വേണ്ടത്. അവർ ചെയ്യുന്ന വർക്കിനെ ഒബ്സർവ് ചെയ്യുക. മാർക്കറ്റിലെ മറ്റ് സെയിം പൊസിഷനിലെ ആളുകൾ എന്ത് ചെയ്യുന്നു, ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു ഒബ്സർവ് ചെയ്യുക. ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു, മിനിമം അതിലോ ബെറ്ററായിട്ട് സ്വന്തമായി പെർഫോം ചെയ്യുക. അപ്പോൾ നാച്ചുറലി അത് എന്നിട്ട് അച്ചീവ് ചെയ്ത എന്താണെന്നുള്ളത് കോമൺ റിവ്യൂ മീറ്റിങ്ങുകളിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് പറയുക, ഇങ്ങനെ ഇത്ര കമ്പനികൾ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ കമ്പനിയിൽ ഇത്ര ഗ്രോത്ത് നമ്മൾ അച്ചീവ് ചെയ്തില്ല, പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ചെയ്തു. ഞാൻ എന്ന് പറയുന്നത് സെൽഫ് പോയിൻ്റ് ഔട്ട് ചെയ്യാതെ നമ്മുടെ ടീമിൽ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും ആസ് എ ടീം. അത് ഈ മാനേജേഴ്സിന് എപ്പോഴും ആക്സെപ്റ്റബിളോ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ മാനേജേഴ്സിൻ്റെ കൂടെ നിങ്ങൾ റിവ്യൂ മീറ്റിങ്ങിന് പോകുമ്പോഴും എപ്പോഴും അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക. മാനേജർ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലത്തെ 3-4 പിന്നെ ടീം ലീഡേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഓണർ ആണെങ്കിൽ മൾട്ടിപ്പിൾ വൈസ് പ്രസിഡൻസിന് ഡയറക്ടേഴ്സിന് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം. ഓരോരുത്തർക്കും അവരുടേതായ പ്രോബ്ലംസാണ് എല്ലാവരും കൊടുക്കുക. ആദ്യം പോയിട്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് സൊല്യൂഷൻ തരൂ എന്നാ പറയാം. നിങ്ങൾ കൊടുക്കുന്ന പ്രോബ്ലത്തിൻ്റെ കൂടെ ഒരു സൊല്യൂഷനും കൂടി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ മാനേജറിന് നിങ്ങളായിരിക്കും കൂടുതൽ ഫേവർ ചെയ്യുക. കാരണം എൻ്റെ പ്രശ്നം അയാൾ സോൾവ് ചെയ്തു, പ്രശ്നം പറയല്ല. പിന്നെ അയാളുടെ പെർസ്പെക്റ്റീവ്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു റിലയൻസും വയക്കോം എൻ്റെ ഫ്രണ്ട് വയക്കോമിൽ വർക്ക് ചെയ്യുന്നു. വയക്കോം 18 എന്ന് പറഞ്ഞ ചാനൽ, അവർ കുറേ MTV അങ്ങനെ കുറേ ചാനലൊക്കെ ഉള്ള അപ്പോൾ അതിൻ്റെ സെയിൽസിലാണ്. അപ്പോൾ റിലയൻസ് വന്നിട്ട് ഇപ്പോൾ 2-3 സ്റ്റാർ അതെല്ലാം ഒന്നായിട്ട് മേടിച്ചു. അപ്പോൾ ഇവരാളെ മാനേജർ മാറി, ഡയറക്ടർ എന്തോ മാനേജർ മാറി, ഹെഡ് മാറി. അപ്പോൾ ഇവർക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് മെക്കാനിസം പ്രോപ്പർ അല്ല, അതിൻ്റെ സ്ട്രക്ചർ ടാർഗറ്റ് ഇന്ന് പറയുന്നത് വേറെ നാളെ പറയുന്നത് വേറെ, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻസ്. അപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഫീഡ്ബാക്ക്, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ്, എനിക്കൊന്നും അറിയില്ല, ബോസിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് തരാൻ പറ്റുന്നില്ല, ഞാൻ സെയിൽസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ബോസിന് കേൾക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് അങ്ങനെ സ്ട്രെസ്ഡാണ്, ഭയങ്കര സ്ട്രെസ്സാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്ലി ടോക്കിനിടയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം, നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക, അയാളുടെ പൊസിഷൻ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അയാൾ എന്ന് പറയുന്നത് ഈ ഒരു അക്വസിഷൻ കമ്പനികൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടി ഒരു ബ്രാൻഡ് അക്വയർ ചെയ്തപ്പോൾ ടോപ്പിലുള്ളവർക്കേ ക്ലാരിറ്റി ഇല്ല. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ഞാൻ അതിനെ ചുരുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നത്, ഞാൻ ഈ റെഫറൻസ് പറഞ്ഞൊരു എക്സാമ്പിളിൽ ആളത്തോട് നിങ്ങളുടെ ലീഡർ പൊസിഷനിൽ എന്താ, അയാൾ ഓൾറെഡി കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ളത്. കാരണം കമ്പനികളും ഒരുമിച്ച് വന്നു, അവർക്ക് ലീഡർഷിപ്പ് തന്നെ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കൊരു ഫോർമുലൈസ് ചെയ്യാൻ പല ബ്രാൻഡുകൾ ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട അവസ്ഥയാണ്. പല ബ്രാൻഡും പല സ്ട്രക്ചറായിരുന്നു ഫോളോ ചെയ്തത്. ആ ഫോളോ ചെയ്യുന്ന യൂണിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തൂടെ? ആ ലീഡറുടെ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്തൂടെ? അതോടുകൂടി എന്താവും, അയാളുടെ ബെസ്റ്റ് സപ്പോർട്ടിങ് ടീം മെമ്പർ ഇയാളാവും. പിന്നെ ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടിയേക്കാം, പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ടോപ്പ് സർക്കിൾ അങ്ങനെയാണെന്ന് ചുരുക്കം. അത് മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സെക്ടറിലായിരുന്നാലും നമ്മളെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആമസോണിൽ ഞങ്ങളതിന് പിന്നെ ടേക്കിംഗ് മോർ ഓണർഷിപ്സ് എന്നാണ് പറയുക. അഥവാ കൂടുതൽ ഓണർഷിപ്സ് നിങ്ങൾ ടേക്ക് ചെയ്യുക. അഥവാ ഇപ്പോൾ മാനേജർ പ്രൊജക്റ്റ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് പറഞ്ഞാൽ, ഐ വിൽ ഓൺ ദാറ്റ്, ഐ വിൽ ടേക്ക് അപ്പ് ദാറ്റ് പ്രൊജക്റ്റ്, ഐ വിൽ ഡു ദാറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി അവരുടെ KPIയിൽ വല്ല പെർഫോമൻസ് ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ ഐ വിൽ ഹെൽപ്പ് ഹിം ടു അച്ചീവ് ദാറ്റ് വിതിൻ 2 വീക്സ് അല്ലെങ്കിൽ വിതിൻ 3 വീക്സ്. അപ്പോൾ എന്നിട്ട് ആ എംപ്ലോയി ആയിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യുക, നമ്മുടെ ബെസ്റ്റ് പ്രാക്ടീസ് എന്തായിരുന്നു, നമുക്കിത് എങ്ങനെ അച്ചീവ് ചെയ്തു, ആ രൂപത്തിൽ ഹെൽപ്പ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചത് അഥവാ പ്രകാരം അതിപ്പോൾ ഏത് സെക്ടറാണ്, ഇപ്പോൾ ടീച്ചിങ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിങ് ഏരിയ ആയിരുന്നാലും, ഇപ്പോൾ നമ്മളൊരു മോശം പഠനത്തിൽ മോശം അല്ലെങ്കിൽ പഠനത്തിൽ കുറച്ച് പിറകോട്ടായ വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്കിൽ എന്താണ്, ആ കുട്ടി എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, ആ കുട്ടി എവിടെയാണ് പിന്നെ ബാക്ക്വേർഡായി പോകുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുക. രണ്ടാമത്തെ മറ്റൊരു കാര്യം, എല്ലാം കീപ്പ് ഇറ്റ് ഡോക്യുമെൻറ്റഡ്.
നിങ്ങൾ ചെയ്തൊരു എക്സ്ട്രാ പ്രോജക്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് അത് ഡോക്യുമെൻറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. അത് മെയിൽ മാനേജർ അയക്കാം, അല്ലെങ്കിൽ ടീം അക്രോസ് ടീം ഒരു മെയിൽ അയക്കാം. അപ്പോൾ ആ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് വിസിബിലിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് ആമസോണിൻ്റെ മറ്റൊരു ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾ നിങ്ങൾ പറയും ഏൺ ട്രസ്റ്റ്. അഥവാ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡറുടെ ട്രസ്റ്റ് ഏൺ ചെയ്യുക. അത് ആ രൂപത്തിൽ നമ്മൾ ട്രസ്റ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പിന്നെ പുതിയൊരു പൊസിഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം അവർ നമ്മളെ പരിഗണിക്കുക. കാരണം നമ്മുടെ ഈ സ്കിൽസ് ഈ പിന്നെ ഓപ്പർച്യൂണിറ്റിക്ക് ഗുണകരമായിരിക്കുന്നവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ വിസിബിലിറ്റി വർദ്ധിച്ചാൽ ദി മോർ യു ഇൻക്രീസ് യുവർ വിസിബിലിറ്റി ദി ചാൻസസ് ഓഫ് ഗെറ്റിംഗ് പ്രൊമോട്ടഡ് ഓർ ഹൈഡ് വിൽ ബി ഡബിൾഡ് ഓർ മൾട്ടിപ്ലൈഡ്. നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ഇത് നമ്മൾ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് മെയിനാകാന്നറിയാം, നമ്മൾ പറയാം മെയിനാണ്ടാന്ന് അറിയില്ലേ. അപ്പോൾ പക്ഷേ കമ്പനികളിലൊക്കെ വേണ്ടത് നമ്മൾ മെയിനാകാൻ വേണ്ടത്. അങ്ങനെ മെയിനാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വളർച്ച ഉണ്ടാകുന്നത്, അതുവഴി കമ്പനിക്ക് വളർച്ച ഉണ്ടാകുന്നവർക്ക് തോന്നുന്നത്, അതുവഴി അവർ നമ്മളെ പ്രൊമോഷന് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്കിൽ എന്താണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ 1% സ്കിൽ എന്താണ്, അഥവാ നിങ്ങൾക്ക് പല സ്കില്ലുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഇല്ലാത്ത യുണീക്ക് 1% സ്കിൽ എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 100% കൊടുക്കുക. ഇപ്പോൾ നാസ്ഡയിൽ പലർക്കും അറിയാമായിരിക്കും, അദ്ദേഹത്തിൻ്റെ അവരുടേതായ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവരുടെ പ്രധാനപ്പെട്ട മോട്ടോ അതാണ്, ഐഡൻറ്റിഫൈ യുവർ 1% സ്കിൽ ആൻഡ് ഗിവ് 100% ടു ഇറ്റ്. നിങ്ങളുടെ ആ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് വളർത്താൻ നിങ്ങളുടെ 100% കൊടുക്കുക. പിന്നെ ഈ കോർപ്പറേറ്റ് സെക്ടറിൽ ഞാൻ നേരത്തെ വിട്ടൊരു കാര്യം, മിനിമം എലിജിബിലിറ്റി എന്നുള്ളത് ഡിഗ്രിയാണ്. ഇവിടെയുള്ള പല വിദ്യാർത്ഥികൾക്ക് തോന്നുന്നു +2 കഴിഞ്ഞവരാണെങ്കിൽ +2 ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊരിക്കലും +2 കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ചെയ്യരുത്, അതിന് മാത്രം ഒതുക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രിയെങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം ഏറ്റവും മിനിമം എലിജിബിലിറ്റി എന്നുള്ളത് ഈ ഒരു കാലത്ത് ഡിഗ്രിയാണ്. അതിനുശേഷം നിങ്ങളുടെ ഇതായിട്ടുള്ള ഒരു പിന്നെ സ്കില്ല് മെച്ചപ്പെടുത്താൻ ഏത് ആഡ് ഓൺ കോഴ്സും ചെയ്യാം. അത് നിങ്ങളുടെ ഭാവിക്ക് തീർച്ചയായും ഗുണകരമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്ക് ടൈമിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വന്ന് പാസ്. അസ്സലാമു അലൈക്കും. എംപ്ലോയി റിട്ടൻഷന് വേണ്ടിയിട്ട് എംപ്ലോയി വർക്ക് എഗ്രിമെൻറ്റ് വാലിഡ് ആണോ? അതായത് നമ്മളെ ആ സ്ഥാപനത്തിൽ എംപ്ലോയിയുടെ റിട്ടൻഷൻ അഥവാ തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു 6 മന്തോ 3 മന്തോ ഒക്കെ നമ്മൾ അതുവരെ പ്രൊബോഷൻ പീരീഡ് കഴിയുന്ന സമയത്തേക്ക് തന്നെ അവർ ഒഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ. പൊതുവെ പല സ്റ്റാർട്ടപ്പുകളിലും ഉണ്ടാകുന്നൊരു പ്രശ്നം കാണാറുണ്ട്. അവർക്ക് നമ്മളെ സ്ഥാപനത്തിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യും. ട്രെയിനിങ് കഴിയുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, സ്ഥാപനത്തിൽ പോകുന്നൊരു രീതി ഉണ്ടാവാറുണ്ട്. അപ്പം പലരും അഗ്രിമെൻ്റ് വെക്കാറുണ്ട്. അപ്പം അത് വാലിഡ് ആണെന്നും വാലിഡ് അല്ല എന്നും ക്ലിയർ അറിയില്ല. അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ ഒരുപാട് കാലത്തേക്ക് നിങ്ങളെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങളവിടെ വർക്ക് ചെയ്യണമെന്ന് പറയുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഇന്ത്യയിൽ വാലിഡ് അല്ല. നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം, കോടതിയിൽ പോവാം. നിങ്ങളെ സർട്ടിഫിക്കറ്റ്സും മറ്റോ നോർമലി എന്താ ചെയ്യുക, ഇവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ ഹോൾഡ് ചെയ്യും, അത് റിലീസ് ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് ലിറ്റിഗേഷൻ വഴി അത് നേടിയെടുക്കാം. അങ്ങനെ ചെയ്യാറുണ്ട്, നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ച കുട്ടികളുടെ മുംബൈയിലൊക്കെ നമുക്ക് കേസ് നമ്മൾ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കമ്പനികളിൽ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഇന്ത്യയിൽ വാലിഡ് അല്ല. നിങ്ങൾ ഒരു ഇത്ര കാലം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് നിങ്ങളെ നിർബന്ധിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധ്യമല്ല. അത് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെതിരാണ്. നിങ്ങൾക്ക് ഭരണഘടന നിങ്ങൾക്ക് തരുന്ന അവകാശത്തിനെതിരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് നിങ്ങളവിടെ അവരുടെ കുറച്ച് സ്റ്റൈപ്പൻ്റൊക്കെ പറ്റി നിങ്ങളവിടെ ഒരു പ്രൊബേഷൻ പീരീഡ് തീർന്ന ഉടനെ അവിടുത്തെ മുങ്ങും. അതിനെതിരെ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് നഷ്ടമുണ്ട്, നല്ല ഡാമേജ് നിങ്ങൾക്ക് അവർ തിരിച്ച് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു പാരിറ്റി ഉണ്ട്. നിങ്ങൾ അവരെ പറ്റിക്കുക, അവരുടെ അടുത്ത് നിങ്ങൾ സാധനം എടുത്ത് മുങ്ങുന്ന ആ ഏർപ്പാടല്ല. അതേ സമയത്ത് നിങ്ങളൊരു പർട്ടിക്കുലർ വർഷത്തേക്ക് ഇത്ര വർഷം അവിടെ നിൽക്കണം എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ബോണ്ട് ഒന്നും നിലനിൽക്കുന്നില്ല. ആസ് എ ബിസിനസ് ഓണർ ആണെങ്കിൽ അത് നിങ്ങൾ ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ എങ്ങനെ നിർത്തണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് നിങ്ങളുടെ ടാക്ടിക്സ് ആണ്. ചില ആളുകൾ അഗ്രിമെൻ്റ് ഉണ്ടാക്കും, പക്ഷേ അഗ്രിമെൻ്റ് കോടതി പോയാൽ ഉണ്ടാകുന്ന ഒരു കേസാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവർ പോവാതിരിക്കാനുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരിക.
ഒരു എംപ്ലോയി എപ്പോഴും ഒരു എംപ്ലോയറുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് സ്വാഭാവികമായിട്ടും എന്ത് കാരണങ്ങളാണോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള സ്ട്രാറ്റജീസ് കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ. മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു 1 year പോലെ എഗ്രിമെന്റ് ഉണ്ടാവില്ല. അല്ല, അത് ചില കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു അതിന് നമ്മൾ ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ എന്ന് പറയും. ചില കേസിന് ലോജിക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നഷ്ടമുണ്ട്, നിങ്ങൾക്കവിടെ ഡാമേജ് ഉണ്ട് അവർ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡാമേജ് അപ്പോഴും അവിടെ നിങ്ങൾ നിർത്തണം എന്ന് കമ്പൽ ചെയ്യാൻ പറ്റില്ല, അവിടെ വർക്ക് ചെയ്യണമെന്ന് പറയില്ല. പിന്നെ ഇതിനെ നിയന്ത്രിക്കുന്ന വേറെ നിയമമുണ്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു എംപ്ലോയോ, അത് എംപ്ലോയി തന്നെ ആയിരിക്കണം എന്നല്ല, വേറെ ആരും ആവാം. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ പെർഫോം ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ഉള്ള സമയത്ത് അത് അയാളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അയാളത് പെർഫോം ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് റിലീഫ് ആക്ട് പ്രകാരം എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം. അത് നിങ്ങളെ സാധാരണ കേസിലുള്ള എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റുമായിട്ട് അത് ബന്ധമില്ല. പക്ഷേ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് കേസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ആർക്കും എന്തെങ്കിലും ആഡ് ചെയ്യാനില്ലല്ലോ? ഓക്കെ, ഫൈൻ. അപ്പം എന്താണ് കോർപ്പറേറ്റ് കരിയർ, അതിൻ്റെ ട്രാജക്ടറീസ് എന്തൊക്കെയാണ്, അതിലുള്ള ഹയർ ഓപ്ഷൻസ്, അതിൻ്റെ ലീഗൽ, അതിൻ്റെ ഒരു ഹ്യൂമാനിറ്റീസ് പെർസ്പെക്റ്റീവ്, അതിൻ്റെ ഒരു ഫൈനാൻസ് പെർസ്പെക്റ്റീവ്, അങ്ങനെയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. അപ്പം ഇവിടെ പാനലിൽ പങ്കെടുത്ത മുഹ്സിൻ സക്കാഫി, അബ്ദുള്ള സർ, സിനാൻ, ഷഫീഖ് ഹാഷ്മി, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പാർട്ടിസിപ്പൻസിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും.